അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ സ്നേഹ എബ്രഹാമാണ്. UK പാർത്തുകൊണ്ട് തൻ്റെ കുടുംബജീവിതവും ആത്മീയ ജീവിതവും നയിക്കുന്ന കർത്താവിന്റെ ദാസി തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തികച്ചും വേറിട്ട ചില അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് പ്രചോദനവും പ്രത്യാശയും വിശ്വാസവും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് ആ വിഷയങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കാം. ഇന്ന് തന്നെ പ്രയർ ലൈൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ കേൾക്കാത്ത ഒരുപാട് സാക്ഷ്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ചാനലിൽ നിങ്ങൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സ്നേഹ എബ്രഹാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഈ അരോമ ടിവിയിലേക്ക് ക്ഷണിക്കുകയും എനിക്കൊരു അവസരം തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള പാസ്റ്ററുടെ കുടുംബത്തോട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എല്ലാത്തിലും ഉപരി സ്വർഗത്തിലെ ദൈവത്തിന് ഇങ്ങനെ ഒരു അവസരം എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നത് അവന്റെ ദയയാണ്. ഇങ്ങനെ ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാനും എൻ്റെ കർത്താവിന്റെ നാമം പറയുവാന് എനിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങൾ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഈ മീഡിയയിലൂടെ കർത്താവ് തന്ന ഭാഗ്യത്തിന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാനൊരു യാക്കോബായ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ 2 Corinthians 4:30 ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ കർത്താവിൽ വിശ്വസിക്കുവാനും അവൻ ചെയ്ത അത്ഭുതങ്ങളെ അനേകരുടെ മുമ്പാകെ പറയുവാനും എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ ഈ അരോമ TV വന്നിരുന്ന മിക്കവാറും സാക്ഷ്യങ്ങൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാനും എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പല സാക്ഷ്യങ്ങളും എന്നെ ഒന്നുകൂടെ ഉറപ്പിച്ചു. ഞാൻ ക്ഷീണിച്ചു പോയപ്പോൾ എനിക്ക് ബലം തന്നു. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ പിന്നെയും ദൈവത്തിന്റെ വഴി, ഞാൻ കടന്നു വന്ന വഴി എല്ലാം ദൈവം എന്നെ കരം പിടിച്ച് നടത്തിയ ദൈവിക അനുഭവങ്ങൾ അനേകരുടെ മുമ്പിൽ പറയുവാന് പിന്നെ ഒരു പ്രചോദനം തന്നത് എൻ്റെ ദൈവത്തിന്റെ ഈ സാക്ഷ്യങ്ങളൊക്കെയും എന്നെ ബലപ്പെടുത്തിയതാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. പഴയ വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങളിലൊക്കെയും ഞാൻ ആയിരുന്നപ്പോൾ ഈ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന തിരുവചന പ്രകാരം ഈ കർത്താവ് എൻ്റെ ഈ രക്ഷയുടെ അനുഭവം കർത്താവ് തന്ന ദാനമാണ്. എനിക്ക് കരുണ തോന്നുവനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് കൃപ തോന്നുവനോട് എനിക്ക് കൃപ തോന്നും എന്ന് ദൈവവചനത്തിൽ പറയുന്നത് പോലെ എൻ്റെ അപ്പന്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാന് എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഹസ്ബൻഡ് എബ്രഹാം തോമസ് ബൈജു എന്ന് വിളിക്കും. എൻ്റെ കുടുദാസനാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ കുടുദാസനോടുള്ള നന്ദി ഞാൻ ഈ സമയം ഓർക്കുന്നു. ഈ കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിനെ കൂടുതൽ അറിയാൻ എൻ്റെ കുടുദാസനിലൂടാണ് എന്നെ ദൈവം സഹായിച്ചത്. ഞാൻ ഒത്തിരി നന്ദിയുള്ളവളാണ് എൻ്റെ കുടുദാസനോട്. എനിക്ക് തന്ന തക്കു തുണയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ ഇവിടെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മകന്റെ വിവാഹമായിരുന്നു December 24th. ഞങ്ങൾ അത് കഴിഞ്ഞ ദിവസമാണ് UK കടന്നു വന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ തന്നെ ദൈവമുള്ള കുടുംബത്തിൽ നിന്ന് ദൈവമുള്ള കുഞ്ഞിനെ ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കി തന്നു. ഞങ്ങളുടെ വളരെ പ്രാർത്ഥനയായിരുന്നു ദൈവം
ഞങ്ങളുടെ കുഞ്ഞിന് അവൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ തന്നെ അവനുള്ള തക്ക തുണയ്ക്ക് ദൈവം ഒരുക്കി കൊടുത്തു. അതൊന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ആ ദൈവത്തിന്റെ നാമത്വത്തിനായി സമർപ്പിക്കുന്നു. അവരും ആ കുടുംബവും ദൈവവേലയിൽ ആയിരിക്കുന്നു. യൂത്ത് മിനിസ്ട്രി, ICPF, ഇങ്ങനെ പല ഈ മേഖലകളിലും ആ കുടുംബവും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. ബാംഗ്ലൂർ പ്രദേശത്ത് നിന്ന് എലിസബത്ത് എന്ന മോളെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ദൈവം ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ നാട്ടിലായിരിക്കുന്നു. 11th ഇവിടെ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഇളയ മകൻ ആൽവിൻ എബ്രഹാം കുഞ്ഞ്, അവന്റെ ഉദരത്തിൽ തന്നെ വളരെ ശത്രു പലപ്പോഴും നോട്ടം വിട്ടപ്പോഴും ദൈവം അവനെ നടത്തി. അവനോട് അനേക ദൈവിക വാഗ്ദത്തങ്ങളുള്ള ഒരു കുഞ്ഞാണ്. അവൻ അവനോടുള്ള വാഗ്ദത്തം പോലെ തന്നെ ഇപ്പോൾ അവന് ഇവിടെ ജോലിയോടൊപ്പം തന്നെ NHS മാസ്റ്റേഴ്സ് ചെയ്യുന്നു. മാസ്റ്റേഴ്സ് MSc ചെയ്യുന്നു. കുഞ്ഞും ഞങ്ങളുടെ അടുത്തുനിന്ന് 3.5 മണിക്കൂർ ദൂരമുള്ള ബ്ലാക്ക് കൺട്രി ലങ്കഷെയർ എന്ന ദേശത്ത് പാർത്ത് അവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് അവനും ആയിരിക്കുന്നു. എല്ലാത്തിലും ഉപരി ഞങ്ങളെ കുടുംബമായി എൻ്റെ കൂട്ടുദാസനാണ് വിശ്വാസ ജീവിതത്തിൽ ആദ്യമായി ഈ ദൈവത്തിന്റെ അറിയുവാനൊക്കെയും ഇറങ്ങിത്തിരിച്ചത്. അത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ എൻ്റെ ബാല്യകാലം പറയുവാണെങ്കിൽ ഞാന് ഒരു യാക്കോബായ കുടുംബത്തിൽ, തിരുവല്ല സ്വദേശിയാണ്. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അവിടെ മഴിക്കീർ എന്ന ഒരു മാതാവിന്റെ ഭവനം അവിടെയാണ് മഴിക്കീർ. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിലായിരുന്നു. എൻ്റെ 1 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ പിതാവ് ഗൾഫിലേക്ക് പോയി. എൻ്റെ മാതാവ് അതും 1.5-2.5 വയസ്സാകുമ്പോൾ മാതാവും ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വല്യമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. എൻ്റെ വല്യമ്മച്ചി ആ യാക്കോബായ പാരമ്പര്യത്തിലാണെങ്കിലും എൻ്റെ വല്യമ്മച്ചി ആ ചെറുപ്രായത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉഷകാലം ദൈവ ആ പാട്ടുകളൊക്കെ പാടി രാവിലെ അമ്മച്ചി, ഞാൻ എൻ്റെ അമ്മയായിട്ട് കരുതി കൂടുതൽ എൻ്റെ മമ്മിയേക്കാൾ ഉപരി സ്നേഹിക്കുകയും ചെയ്തവര് എൻ്റെ ഒരു വല്യമ്മച്ചി പ്രാർത്ഥന അതെന്റെ ജീവിതത്തിൽ ഒത്തിരി ഇമ്പാർട്ട് ചെയ്തു. അമ്മച്ചി എന്നെ ദൈവവചനം വായിക്കുവാനും, അതറിയത്തില്ല അമ്മച്ചിക്ക് വിശ്വാസ പ്രമാണത്തിൽ ആയിരുന്ന അതിൽ ദൈവം അമ്മച്ചി എന്നെ നിലനിർത്താം. അമ്മച്ചിയുടെ ആ സന്ധ്യക്കുള്ള നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും, അത് പ്രാർത്ഥന അമ്മച്ചിക്ക് സന്ധ്യയാകുമ്പം കുടുംബത്തിൽ പ്രാർത്ഥന വേണമെന്ന്, അതൊക്കെ എന്നെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ആഴമായി എന്നിൽ ഉണ്ടായിരുന്നു. സന്ധ്യാസമയത്തെ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, അതെന്റെ വല്യമ്മച്ചിയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു. അപ്പൊ പിന്നെങ്കിലും ആ കുടുംബം ആ ചെറുപ്രായം എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും വളരെ ഞാൻ ആദ്യത്തെ മൂത്ത കൊച്ചുമോളാ. എൻ്റെ മമ്മിയുടെ ഒറ്റ മോളായിരുന്നു എൻ്റെ മമ്മി. 4 ആങ്ങളമാർക്ക്. അതുകൊണ്ട് ഞാൻ വളരെ ഒരു സ്പെഷ്യൽ എനിക്ക് എൻ്റെ വല്യമ്മച്ചിയിൽ നിന്ന് എനിക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ, തിരുവല്ല ബോർഡിംഗ് സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ ബാലികാമഠം എന്ന സ്കൂളിൽ ബോർഡിങ്ങിലായിരുന്നു. ആ ക്രിസ്ത്യൻ പക്ഷെ എനിക്ക് വളരെ വിഷമമായിരുന്നു. മാതാപിതാക്കൾ ഒരുമിച്ച് പോകുമ്പോൾ മാതാപിതാക്കളുടെ ആ ഒരു കൂടെ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ എൻ്റെ അപ്പനും പപ്പായും മമ്മിയും എൻ്റെ സഹോദരങ്ങൾ ഒന്നിച്ച് താമസിക്കണമെന്ന് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ അതെന്റെ ജീവിതത്തില് മാതാപിതാക്കൾ ചെയ്തത് ഞാൻ നന്നായി പഠിക്കാനാണ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായി പഠിക്കണം, നന്നായി എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടണമെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ പേരൻസിലൂടെ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ച് മറ്റൊരു പദ്ധതിയായിരുന്നു. അവിടെ എൻ്റെ കിൻഡർ ഗാർഡൻ മുതൽ അവിടെ പഠിക്കുവാനും ബോർഡിങ്ങിലായിരുന്നു. അവിടെ ഇടയ്ക്ക് അവധി സമയങ്ങൾ കടന്നു വരുമ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ആയിരുന്നു. മാതാപിതാക്കളുടെ കുഴപ്പമല്ല, അവരെ ബിസിനസ് ഒക്കെ ആയിരുന്നു. അവരവിടെ ജോലിയോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് അവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരെനിക്ക് ചെയ്ത അവരെന്നെ വളർത്തി, അവരുടെ ആ വലിയ കരുതല്, അത് ഞാൻ ഇപ്പോഴും നന്ദിയാനായിരിക്കുന്നത് അവരുടെയും ആ കരുതൽ കൊണ്ടാണ്. പിന്നെ എൻ്റെ പഠനം, പിന്നെ ഞാൻ ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു.
എൻ്റെ കുടുംബത്തിലും. പിന്നെ ഞങ്ങൾ 4 സഹോദരങ്ങളായിരുന്നു. 4 സഹോദരങ്ങൾ, 2 ആൺമക്കളും 2 പെൺമക്കളും ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഞാനും എൻ്റെ ബ്രദേഴ്സുമായിട്ടൊക്കെ വളരെ ഏജ് ഗ്യാപ്പ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലോൺലിനെസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കുടുംബത്തില്. പക്ഷെ എങ്കിലും ഞാൻ കർത്താവിനോട്, എനിക്കറിയത്തില്ല, ഈ ബോർഡിംഗ് സ്കൂളിൽ ആ ഡിസിപ്ലിൻ, ആ പ്രെയർ ലൈഫ്, അവിടുത്തെ ആ ചർച്ചില് ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുന്നത്, അത് പെന്തക്കോസ് അനുഭവം ഒന്നും എനിക്ക് അറിയത്തില്ല ആ സമയങ്ങളിലൊന്നും. അതൊക്കെ എന്നെ ഒത്തിരി ദൈവം എന്നെ ഒരു ചെത്തി മിനുക്കി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ തിരിഞ്ഞു അന്ന് എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോണോന്നൊക്കെ തോന്നി. പക്ഷെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കരം എന്നോട് കൂടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ, ഹോവയായ കർത്താവേ, സാം 71 5 6 7 8, യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമാകുന്നു ആയിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ ബാല്യത്തിൽ ഞാൻ പോലും അറിയാതെ ഈ നല്ല കർത്താവ് തെറ്റിപ്പോകാതെ, ഇല്ലാതായി പോകാതെ എന്റെ കർത്താവ് എന്നെ അദൃശ്യ കരങ്ങളിൽ താങ്ങിയത്, പലവിധ ആപത്തുകൾ, അനർത്ഥങ്ങൾ എന്റെ ചെറുപ്രായത്തിൽ വെള്ളത്തിലും പല ഒക്കെ മുങ്ങിപ്പോയി മരിച്ചു പോകേണ്ട അവസരങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഇപ്പോൾ ഞാൻ പുറമോട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ എന്റെ ദൈവം എന്നെ നടത്തി എന്നത് എനിക്ക് ഇതുപോലെ ഞാൻ ഒരു അത്ഭുതമായിരിക്കുന്നു. എന്റെ ജീവിതം ഒരു അത്ഭുതമായിട്ടാണ് ഓരോ നിമിഷവും എന്റെ കർത്താവിനെ നടത്തിയത്. അങ്ങനെ എന്റെ ബാല്യം കഴിഞ്ഞ് എന്റെ യൗവനകാലത്ത് എനിക്ക്, അപ്പം സ്കൂളിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു, സ്കൂളിൽ സ്പോർട്സ്. പക്ഷെ എന്റെ കുടുംബത്തിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ ആ ലോൺ, സ്പെഷ്യൽ സ്കൂളിൽ ഞാൻ പാട്ടിനും സ്പോർട്സിനും എല്ലാത്തിലും ഞാൻ ഭാഗഭാഗം. പക്ഷെ ഞാൻ ചിരിക്കുമെങ്കിൽ എന്റെ അകത്ത് ഒരു ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഒരു ശൂന്യത. അപ്പൊ ഞാൻ കർത്താവിനോട് ഇങ്ങനെ, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ സംസാരിച്ചു ഒന്നും എനിക്കറിയത്തില്ല. ദൈവത്തോട് പറയും, എപ്പോഴും എന്റെ കുടുംബത്തോടു കൂടെ ചേർന്നിരിക്കണം, അതെന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം എന്നെ എല്ലാത്തിൽ നിന്നും മാറ്റി ഒറ്റപ്പെടുത്തിയ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പിന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. കർത്താവ് പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ അവിടെ കഴിഞ്ഞ് പിന്നെയും ഹോസ്റ്റൽ ജീവിതം. വീട്ടിൽ വരുമ്പോൾ എനിക്ക് വീട്ടിലൊരു സമാധാനാന്തരീക്ഷം ഇല്ലായിരുന്നു. ഒരു ഒരു കലഹം ത്തിന്റെ അതാ പറയുന്നത്, എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു സമാധാനാന്തരീക്ഷം എന്റെ ബാല്യത്തില് എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ കർത്താവിൽ തന്നെ പോയിരുന്നു. എനിക്ക് അറിയത്തില്ല, വചനം വായിക്കുകയും അതിനിടയ്ക്ക് എനിക്ക് പെന്തക്കോസ് അനുഭവം എന്ന് പറയാനുള്ളത്, PG വർഗീസ് അങ്കിള് ഞങ്ങളുടെ ഒരിടത്തൊരു മീറ്റിംഗ് നടത്തിയപ്പോ എന്റെ വല്യമ്മച്ചി എന്നെ കൊണ്ടുപോയി. അവിടെ ഞാന് PG വർഗീസ്, അതാ എന്റെ ചെറുപ്രായത്തിലെ ഒരു സുവിശേഷം എന്റെ ചെറുപ്രായത്തിൽ എന്റെ ഹൃദയത്തിൽ ഒന്ന് എഴുതിയായിരുന്നു. അപ്പൊ ഞാൻ PG വർഗീസ് അങ്കിളിന് എന്റെ ഓർമ്മയിലുണ്ട്, ചെറുപ്രായത്തിൽ ഞാൻ ഒരു കാർഡ് എഴുതി, എന്റെ കുടുംബം ഒന്നിച്ചാകണം, എനിക്ക് സമാധാനം വരണം എന്ന്. ഞാൻ അത് എന്റെ ചെറുപ്പത്തിൽ എഴുതിയത് ഞാൻ ഓർക്കുന്നു. അല്ലാതെ എനിക്ക് ഈ കർത്താവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എന്റെ നോർമലായി തന്നെ എന്റെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ എന്റെ കോളേജിൽ, മർത്തോമ കോളേജിൽ ഞാൻ എന്റെ വിദ്യാഭ്യാസം, പിന്നെ ഞാൻ NSS എന്റെ ചങ്ങനാശ്ശേരിയിൽ എന്റെ NSS ചങ്ങനാശ്ശേരി കോളേജിൽ എന്റെ ഡിഗ്രി പഠനമൊക്കെയും ദൈവം എല്ലാം BA ഡിഗ്രിക്ക് എടുത്ത്. എനിക്ക് നഴ്സിംഗോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ പപ്പായിക്ക് എന്നെ ഒരു അഡ്വക്കേറ്റ് ആക്കണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലായിരുന്നു. എന്റെ പിതാവ് എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ട് എന്നൊന്നും അറിയത്തില്ല, ഒരു സമയങ്ങളിലൊക്കെയും പിതാവ് വീട്ടിലെ അന്തരീക്ഷം വളരെ ഓരോ ദിവസവും ഒരു സമാധാനമില്ലാത്ത രീതിയിലേക്ക് പോയി. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാനൊന്നും ഒരു മനസ്സുമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മാതാപിതാക്കളെയും എന്റെ സഹോദരങ്ങളെയും വളരെ സ്നേഹിച്ചിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഞാൻ എനിക്കറിയത്തില്ല, എനിക്കൊന്നേ അറിയത്തുള്ളൂ, അമ്മച്ചി പറഞ്ഞതുപോലെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ. പിന്നെ അമ്മച്ചി എന്നോട് ചെറുപ്രായം മുതൽ പറയുമായിരുന്നു, എന്റെ അപ്പച്ചന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പേ എന്റെ വിവാഹം നടന്നു കാണണമെന്ന്. അപ്പൊ അമ്മച്ചി എന്നോട് പറയും, അപ്പച്ചൻ അപ്പം അന്വേഷിക്കാൻ തുടങ്ങി. എനിക്ക് അന്നേരം ഇപ്പൊ ഒരു 18 ആയപ്പം തൊട്ടേ എന്നെ വിവാഹം കഴിക്കണം,
അവരെന്നെ വളർത്തിയത് കൊണ്ട്. അപ്പച്ചന് 96-ൽ അപ്പച്ചൻ മരിച്ചു. 97 ഓഗസ്റ്റ് 18-ലാണ് എന്റെ വിവാഹം. എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ അമ്മച്ചി എന്നോട് പറയുമായിരുന്നു, മോനെ പ്രാർത്ഥിക്കണം, ദൈവമുള്ള കുടുംബത്തിൽ നിന്ന് ദൈവമുള്ള ഒരു മകനെ ലഭിക്കുവാൻ. ഞാൻ പോലും അറിയാതെ ഞാൻ പാസ്റ്ററെ പ്രാർത്ഥിച്ചു, ദൈവമുള്ള ഭവനത്തിൽ നിന്ന് അപ്പൊ ദൈവമുള്ള ഒരു മകനെ എനിക്ക് തരണം. എന്നോട് അമ്മച്ചി പറഞ്ഞതുപോലെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഒരു ദൈവമുള്ള ഒരു പൈതലിനെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അത് അച്ഛനും ഞങ്ങളുടെ അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പള്ളിയിൽ വളരെ ഒരു പള്ളിഭക്തനായിരുന്നു. പള്ളിഭക്തൻ എന്ന് പറഞ്ഞാല് ശുശ്രൂഷ കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും വലിയൊരു താല്പര്യമുള്ള, പാരമ്പര്യ വിശ്വാസത്തില് വലിയ താല്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു മകനാണ്. അത് ദൈവമായിട്ട് ഒരുക്കി തന്നതാണ്. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹവും പെണ്ണുകാണലോ ഒന്നും നടക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോ കണ്ടിട്ടാണ്. ഞങ്ങളുടെ ഫോട്ടോ കണ്ട് പരസ്പരം ഇഷ്ടം, അല്ലാതെ ഞങ്ങൾ കല്യാണം വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പരസ്പരം കണ്ടത്. അപ്പൊ ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയം, ഒന്നേ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഹിതമാണെങ്കിൽ ഇത് നടക്കണം, അല്ലെങ്കിൽ കർത്താവെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ പട മേടിച്ച് പന്തളത്ത് എന്ന് പന്തവും കുത്തി പട ഓടൊക്കെ എന്റെ ജീവിതത്തില് സംഭവിക്കരുത്. എനിക്ക് സമാധാനമുള്ള ഒരു കുടുംബത്തിൽ, ദൈവമുള്ള കുടുംബത്തിൽ ദൈവമുള്ള മകനെ തരണം. അങ്ങനെ കർത്താവിന്റെ ജീവിതത്തില് എനിക്ക് ഒരുക്കിയ ആ മകനെ തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനും അത് വളരെ എതിർപ്പുകൾ എൻ്റെ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം മാതാവാണ് ഈ വിവാഹത്തിന് വേണ്ടി മുന്നിൽ നിന്നത്. അതുകൊണ്ട് അത് പപ്പായ്ക്ക് എതിർപ്പുണ്ടെങ്കിലും എൻ്റെ കർത്താവ് ഞങ്ങളുടെ വിവാഹം ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം നടത്തി. ഞാൻ പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിക്കാത്ത ദൈവമായി വിവാഹത്തിലുടനീളം ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ദൈവം കടന്നു ചെല്ലുവാനും ദൈവം എന്നെ സഹായിച്ചു. പിന്നെ ഞാൻ ഞങ്ങളായിരുന്ന പാരമ്പര്യങ്ങളിൽ തന്നെ പള്ളിയിൽ പോവുകയും എനിക്ക് വളരെ ഞാൻ ഈ വിശുദ്ധ എന്താ പറയാ മാതാവിനോടും അങ്ങനെ ഈ പള്ളികളിൽ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതും വിശ്വാസ പ്രമാണം ഞാൻ പഠിച്ച വിശ്വാസത്തിൽ തന്നെ പ്രാർത്ഥിച്ച് ആരാധിച്ച് വന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിലായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ച് മൂത്ത മകനെ ഇതായിരിക്കുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഭവനത്തിൽ ഞാൻ വന്നു കയറിയ ഭവനത്തിൽ 3 ആൺമക്കളാണ്. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും മൂത്ത മകനാണ്. അവർ 3 ആൺപിള്ളാരാണ്. എൻ്റെ ഹസ്ബൻഡ് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു വിശ്വസ്തനായ, ഞാൻ പറയും എനിക്ക് ഒരുക്കി തന്ന ഏറ്റവും ഒരു അനുഗ്രഹമാണ് എനിക്ക് കൂട്ടായി തന്ന എൻ്റെ കൂട്ടുദാസൻ. ഞാൻ അതിനായി എൻ്റെ ദൈവത്തെ വളരെ സ്തുതിക്കുന്നു. അപ്പൊ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വഴിയൊരുക്കി. ഞങ്ങൾക്ക് വളരെ ഞെരുക്കങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് ഞങ്ങളുടെ കരം പിടിച്ചിരുന്നു. കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നു. വളരെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലവട്ടമായി കടന്നു വന്നു. എങ്കിലും ദൈവം ഞങ്ങളെ നടത്തിയെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എൻ്റെ കുട്ടുദാസൻ പിന്നെ കുവൈറ്റിന്റെ പ്രദേശത്തെ കടന്നുപോയി. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടുദാസൻ വിശ്വാസത്തിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. എൻ്റെ ഓർമ്മയിൽ മെഡിക്കൽ മിഷനിലായിരുന്നു എൻ്റെ മൂത്ത മകന്റെ ജനനം. അത് വളരെ ഒരു ഞാൻ ചെറുപ്രായമായിരുന്നു. പക്ഷേ നമുക്ക് എന്നിരുന്നാലും വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആ. പക്ഷെ ഞാൻ ഇത് അറിയുന്നില്ല, പുറത്തു നിന്ന് ഇവര് അറിയുന്നുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവരുടേതായ രീതിയിൽ. അവിടെയൊക്കെ സുവിശേഷമായി പറയുന്ന ദൈവദാസന്മാരെ മറു ചോദ്യം വരെ പള്ളികളിൽ പഠിപ്പിക്കും. സുവിശേഷകന്മാരെ എങ്ങനെ ചോദ്യം ചോദിച്ച് അവരെ കുഴയ്ക്കാൻ മതി. ഇതിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് വളരെ യാക്കോബായ പാരമ്പര്യത്തിൽ എരിവുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ഞാനും അതുപോലെ തന്നെ ആ പാരമ്പര്യത്തിൽ തന്നെ നമുക്ക് അറിയാമല്ലോ, ഇവര് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഞാനും വിശ്വസിച്ചു വന്നതാ. പക്ഷെ ഓടിച്ചു ദേവദാസന്മാരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കും. ഞാൻ അവനെ ആകർഷിച്ചു മരുഭൂമിയിൽ കൊണ്ടെത്തി സംസാരിക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡിനെ കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ദൈവം ഒരു സാഹചര്യം ഒരുക്കി.
തനിക്ക് ജോലിയിൽ പ്രവേശിച്ചു. അവിടെ തനിക്ക് ദൈവകൃപയാല് ഞങ്ങളുടെ കസിനാണ് അച്ഛനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. അവരോട് എന്റെ മൂത്ത മോന്റെ പ്രായമുള്ള ഒരു മകൾ അവർക്കുണ്ട്. കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ പോകുന്നത്. പക്ഷെ അവരുടെ വീട്ടിൽ മിക്കവാറും പ്രെയർ ഉണ്ട്. ആ പ്രാർത്ഥനയിൽ പങ്കിട്ട് ക്രമേണ ദൈവത്തിന്റെ ഇടപെടല് എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് ഞാൻ അറിയുന്നില്ല. പിന്നെ ഈ സത്യം അറിയുകയും സത്യം തന്റെ മകനെ ഗ്രഹിക്കുകയും പിന്നെ സ്നാനം സത്യമാണെന്നും ഈ കർത്താവിലൂടെ അല്ലാതെ വേറൊരു മാർഗവും ഇല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹസ്ബൻഡിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തു. അങ്ങനെ താനെ വിശ്വാസത്തിലേക്ക് താൻ പോലും അറിയാതെ തന്നെ ദൈവം നയിച്ചു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഞാനാണ് ആദ്യം വന്നിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പൊ എന്റെ ദൈവം എന്റെ അവസ്ഥ അറിയുന്നു. അപ്പൊ കർത്താവ് ശരിക്കും പറഞ്ഞാല് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഹസ്ബൻഡ് വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ 2001 ഞങ്ങളുടെ ഇളയ മകൻ ജനിച്ച 8ാം മാസത്തിലാണ് കുവൈറ്റിന്റെ പ്രദേശത്തേക്ക് തന്റെ മകൻ കടന്നു പോകുന്നത്. അവിടെ വെച്ച് കർത്താവിനെ അറിയുവാനും ഈ ഒരു ദൈവ പൈതലായി തീരുവാനും തനിക്ക് ഭാഗ്യം ലഭിച്ചു. താൻ എന്നോട് അത് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, പ്രാർത്ഥനയല്ലേ, മറ്റു പുകവലിയോ മദ്യപാനോ ഒന്നും ഇല്ലല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛാ എല്ലാം പോന്ന കൊള്ളാം, പക്ഷെങ്കില് പെന്തിക്കോസിലൊന്നും അങ്ങനെ അവര് പറയുന്നത് കേട്ട് അങ്ങനെ ആയി പോകല്, പ്രാർത്ഥനയ്ക്കൊക്കെ പൊക്കോ, പക്ഷെ നമ്മുടെ ഇതിൽ തന്നെ ഉറച്ചു നിന്നോണോന്ന് പറഞ്ഞു. അതൊക്കെ അവര് പറയും. അച്ഛനത് പക്ഷെ ആത്മാർത്ഥമായിട്ടായിരുന്നു. ഞാനത് അത്രയും അറിയുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഈ രണ്ടാമത്തെ സഹോദരന്റെ വിവാഹത്തിന് വേണ്ടി എന്റെ ഹസ്ബൻഡ് വന്നപ്പം വളരെ ചേഞ്ച്. എനിക്ക് എന്റെ ഹസ്ബൻഡിലെ ഒരു ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഞാൻ കണ്ടു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. തന്നെ ഭയങ്കര ആ മുഖത്തൊക്കെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്റെ ഫാദറിലോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു മൂത്ത മകളെ പോലെ അവരെന്നെ കണ്ടത്. എനിക്ക് കുടുംബത്തില് ലഭിക്കാത്ത കരുതല് സ്നേഹവും എന്റെ അച്ഛന്റെ പപ്പ, മമ്മി, സഹോദരങ്ങൾ എന്നൊക്കെയും എനിക്ക് ലഭിച്ചു. അവിടെ ഒരു മൂത്ത മകളെ പോലെ അവരെന്നെ. അപ്പൊ അവരോർത്തു, എന്നോട് പറഞ്ഞു, ഇത് ശരിയല്ല, നീ അവനെ തിരിച്ച് പപ്പായ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഹസ്ബൻഡിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഞാൻ എന്റെ ഹസ്ബൻഡ് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു വീട് ദൈവം തന്നു. ദൈവം അറിഞ്ഞ എന്റെ സഹോദരന്റെ വിവാഹം നാളെ ആണെങ്കിൽ ഇന്ന് ഞങ്ങളെ പപ്പ മാറി താമസിപ്പിച്ചു. വീടെല്ലാം പണിതെങ്കിലും ഞങ്ങള് ആഹാരം കഴിക്കുന്ന അവിടെ, കിടപ്പ് മാത്രം അവിടെ. കാരണം കുഞ്ഞുങ്ങളെ അവർക്ക് ഭയങ്കര ജീവനായിരുന്നു. അങ്ങനെ അച്ഛനെ വന്നു. അച്ഛന്റെ പ്രാർത്ഥന, വേറൊരു അച്ഛനെ ഭയങ്കര വ്യത്യസ്തനായ മനുഷ്യനായി എനിക്ക് തോന്നി. പക്ഷെ അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ നമ്മള് അറിയുന്നില്ലല്ലോ, ഈ സത്യം അറിയുന്നില്ലല്ലോ, നമ്മുടെ കണ്ണ് ദുഷ്ടൻ അടച്ചു വെച്ചിരിക്കുവല്ലേ. അപ്പൊ ഞാൻ അച്ഛനോട് ഭയങ്കരമായിട്ട് അഗെയിൻസ്റ്റ് ആയി. ശരിക്കും പറഞ്ഞ ഒരു സമാധാനം കൊടുക്കാതെ ശരിക്കും ഒരു വഴക്കുണ്ടാക്കി. ഞാൻ ഇന്നും ഓർക്കുന്നു. സ്വസ്ഥത കൊടുത്തില്ല. അച്ഛൻ ഒന്നും മിണ്ടാതെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഒന്നും എന്നോട് മിണ്ടിയില്ല. അപ്പൊ ഞാൻ ഒരു അച്ഛന്റെ മുമ്പിൽ ഒരു ഇത് വെച്ചു, അച്ഛാ, ഞാൻ അടുത്ത ഈ ആഴ്ച അച്ഛൻ എന്റെ കൂടെ ചർച്ചിൽ നമ്മുടെ പള്ളിയിൽ വരുവാണെങ്കിൽ അടുത്ത ആഴ്ച അച്ഛന്റെ കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം. ഞാൻ ഓർത്തു അച്ഛൻ പിന്നെ വന്ന്. അപ്പൊ ഓക്കെ, അച്ഛൻ സമ്മതിച്ചു. അച്ഛന് ഞാനും അച്ഛൻ്റെ കൂടെ ഒരാഴ്ച അച്ഛൻ്റെ കൂടെ പള്ളിയിൽ വന്നു, പ്രാർത്ഥനയ്ക്കോട്ട്. പക്ഷെ അച്ഛൻ ഈ കൈമുത്തോ അതിനൊന്നും അച്ഛൻ നിന്നില്ല. അച്ഛൻ പതുക്കെ ന്യൂട്രലിൽ നിന്നു. ഞാൻ ജയിച്ചെന്നുള്ള രീതിയിൽ എന്നിപ്പോ ഇനി പള്ളി എന്നുള്ള ഞാൻ നിന്നു. പക്ഷെങ്കിൽ അടുത്ത ആഴ്ച എന്റെ ടേൺ വന്നു. മനസ്സോടെ തിരുവല്ലായിൽ ഒരു പെന്തിക്കോസ് ആരാധനയിലേക്ക് അച്ഛൻ എന്നെ കൊണ്ടുപോയി. എന്റെ ദേവദാസനെ, അവിടെ ഒരു വ്യത്യസ്തമായ ആരാധന മധ്യേ ദൈവാത്മാവെന്നോട് ഇടപെട്ടു. എനിക്കൊരു പ്രത്യേകത ആരാധനയിൽ തോന്നി. എനിക്കറിയാം, വലിയൊരു സമാധാനം എന്റെ ഉള്ളത്തിൽ ദൈവം തന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് സത്യമുണ്ടല്ലോ കർത്താവേ, അല്ലാതെ യാതൊരു പെന്തിക്കോസ് പാരമ്പര്യങ്ങൾ ഞങ്ങൾക്കില്ല.
ഈ പെന്തിക്കോസ്തി സവിശേഷമായി കടന്നു വരുന്ന ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ട്, അച്ഛന്റെ മമ്മിയുടെ ചേട്ടത്തി ഉണ്ട്. അവരൊക്കെ കടന്നു വരുമ്പോ ആദ്യം പറയുന്ന ഈ മാല ഊരണം താലി ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് അവരോട് ഭയങ്കര എതിർപ്പും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെങ്കിൽ ഇത് കേട്ടപ്പോഴേക്ക് എന്റെ ദൈവം എന്നോട് ഇടപെടുന്നതായിട്ടോ എനിക്കെന്തോ, എനിക്കറിയത്തില്ല, എനിക്കൊരു പ്രത്യേകത തോന്നി. അപ്പൊ ഇതിനകത്ത് ഇതെനിക്ക് അറിയാൻ ആഗ്രഹം തോന്നി. ഞാൻ പിന്നെ എന്റെ ഹസ്ബൻഡ് വന്നു, ഞാനൊന്നും ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, നമ്മൾ താഴാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞൊന്നുമില്ല. ഞാനെങ്കിലും ഞാൻ ഹസ്ബൻഡ് കഴിഞ്ഞിട്ട് അവധി കഴിഞ്ഞ് മടങ്ങി കുവൈറ്റിലേക്ക് പോയി. ഞാൻ വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മുറിയിൽ തന്നെ ഞങ്ങളുടെ ഹോളിൽ ഇരുന്ന് ഒരു പ്രാർത്ഥിച്ചു, കർത്താവേ ഏതാ സത്യമെന്ന് നീ എന്നോടൊന്ന് സംസാരിക്കണമേ അപ്പ. എനിക്ക് വേറൊരു മാർഗവുമില്ല അപ്പച്ച, ഏതാണെങ്കിലും നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. പാസ്റ്റർ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും അറിയത്തില്ല, കുറച്ച് കരയാനറിയാം. കാരണം ആരോടും സങ്കടം പറഞ്ഞാലും മനുഷ്യരിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസവും കിട്ടത്തില്ലെന്ന് എന്റെ ചെറു പ്രായത്തിൽ തന്നെ ഞാൻ പഠിച്ചതാണ്. എന്നെ കർത്താവേ എന്നോട് സംസാരിക്കണമേ. ചെറുക്കെ ഞാൻ വചനം വായിക്കാൻ ദൈവാത്മാവ് എനിക്ക് പ്രേരണ തന്നു. 6 മാസം കൊണ്ട് ദൈവവചനം വായിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോഴാണോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എന്റെ വല്യമ്മച്ചി അപ്പം അപ്പോഴും ഉണ്ട്, ചെറിയ മറവികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വല്യമ്മച്ചി എൻ്റെ അടുത്ത് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രാർത്ഥനാപ്പായി തന്നെ കിടക്കുമ്പോ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഒരു സ്വപ്നമാണോ എനിക്ക് ദർശനമാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ പായോടുകൂടെ എന്റെ വല്യമ്മച്ചിയും ഒരു പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരും കൂടെ ഒരു പായെ പൊങ്ങി അങ്ങ് പോയിട്ട് എനിക്കതെന്റെ ശരീരത്തിൽ ഫീൽ ചെയ്യാം. പൊങ്ങിപ്പോയിട്ട് പിന്നെ അമ്മച്ചി പറയുന്നു നമുക്ക് സ്വർഗം കാണാൻ പോവാന്ന് അമ്മച്ചി പറയുന്നത്. അപ്പൊ ഞാൻ ഓർത്തപ്പോ എല്ലാരും കൊട്ടി പാട്ട് പാടി ഒക്കെയാ പോകുന്നത്. അപ്പം പെട്ടെന്ന് ചെന്നപ്പം മനോഹരമായ ഒരു സ്ഥലം, അതെനിക്ക് ഇപ്പോഴും വർണ്ണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ നല്ല പ്രകാശം മഞ്ഞ് വരുമ്പോൾ ആ ഒരു മനോഹരത്തെ അത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഉള്ള മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ മനോഹരമായ ഒരു സ്ഥലം, ഒരു സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലണം. അപ്പൊ എന്റെ വല്യമ്മച്ചി ആ പ്രാർത്ഥനാ പായിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് വെച്ചപ്പെടുത്തേക്ക് എന്റെ ഒരു ടണല് പോണൊക്കെ അവിടെ അങ്ങ് തുറന്നു. ടണല് പോണൊക്കെ തുറന്നിട്ട് ഭയങ്കര കയ്പോ ഇരുട്ടോ, ആ അത് മരിച്ച അവസ്ഥ. ആ കയ്പ് എന്റെ അകത്ത് പോലും എനിക്ക് അറിയാൻ പറ്റി. എന്നിട്ട് ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, ക്രിസ്തുവിലൂടെ അല്ലാതെ അവിടെ ചെല്ലാൻ കഴിയത്തില്ല. അന്നേരപ്പം ഞാൻ ഭയന്ന് പാസ്റ്ററെ, ഞാൻ എഴുന്നേറ്റിന് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണം, എനിക്കറിയത്തില്ല, ഒരു പൊട്ടിയെ പോലെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ ദൈവം പതുക്കെ ക്രമേണ ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് അറിയാതെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. എന്നോക്ക് ഭയങ്കര നിർബന്ധം എന്റെ മേൽ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഭയങ്കര നിർബന്ധം. എന്നെ കൊണ്ട് മുറിയിൽ പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന അവസ്ഥ. എനിക്കറിയത്തില്ല. ഞാനപ്പം ദൈവത്തോട് എനിക്ക് ഭയങ്കര പ്രാർത്ഥനയ്ക്ക് പോണം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോണം. അങ്ങനെ ക്രമേണ ഞാന് 7 ദിവസം കർത്താവിനെ കൂടുതലറിയാൻ 7 ദിവസം ഉപവാസം, അത് 21, അങ്ങനെ പ്രാർത്ഥന ഉപവാസം എന്റെ ജീവിതത്തിലെ ദൈവം ഒരു ഭാഗമാക്കി ദൈവം മാറ്റി തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ ചെറിയ കാര്യത്തിൽ പോലും ഞാൻ എൻ്റെ അപ്പന്റെ അടുത്ത് എഴുത്തെഴുതുന്ന പോലെ ഞാൻ ബുക്കിൽ എഴുതും. കർത്താവ് പറയും, അപ്പൊ എനിക്ക് വചനം തരും, ഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവന്റെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പൊ ഇങ്ങനെ പ്രേരണ വരുമ്പോ വളരെ എതിർപ്പുകളാ. അത് ഹസ്ബൻഡിന്റെ അച്ഛന്റെ പപ്പ പള്ളിയിലെ സെക്രട്ടറിയാ. പപ്പ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. എന്നിട്ട് അച്ഛനോട് അവളെപ്പോഴും പ്രാർത്ഥന,
അവള് പിള്ളാരെയും വിളിച്ച്, അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് അവധിയാകുമ്പോ ശനിയാഴ്ചയൊക്കെ ഞങ്ങളെ ആ പോകുന്ന ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഇതിന് പോവും. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കി അല്ലെ എന്തെങ്കിലും ഒരു കറി വെച്ച് ഇവരെയും കൊണ്ട് അങ്ങ് പോകും. പക്ഷെ എനിക്ക് ഭയങ്കര അങ്ങോട്ട് പോകണം, എന്നെ അങ്ങ് ഭയങ്കര വലിച്ചടിപ്പിക്കുന്ന പോണക്ക. എനിക്ക് വേറെ അങ്ങും ഒരു ആശ്വാസമില്ല. അപ്പൊ ഞാൻ എന്റെ പഴയകാല ജീവിതത്തിൽ ഞാൻ സിനിമ കാണുമായിരുന്നു. ലോകപരമായ, എന്നാൽ അത്രയില്ല എങ്കിലും ഞാൻ ഇതൊക്കെ എനിക്ക് നമ്മുടെ ലോകപരമായ അതൊരു പാപമാണെന്ന് തോന്നിയില്ല. പക്ഷെ ദൈവാത്മാവ് പലതിൽ നിന്ന് എന്നെ വിലക്കി. പിന്നെ ഞാൻ എന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്നാനത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാറി താമസിച്ച 6 മാസത്തിനുള്ളിൽ അതൊക്കെ സംഭവിക്കുന്നത്. എന്റെ ഭവനത്തിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മേൽ വളരെ ദൈവസാന്നിധ്യം വന്നു. ഞാൻ അന്യഭാഷയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എതിർത്ത വ്യക്തി. ഇത് പഠിച്ചു പറയുന്നതാണോ എന്തോ, ഇതെങ്ങനെ ഇതൊക്കെ എനിക്ക് തോന്നലുണ്ടായി. എന്റെ പാസ്റ്ററെ, ഒരു ദേവദാസന്മാരെ കൈവെക്കാതെ ദൈവാത്മാവ് എന്നെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഹോളിൽ എന്നെ ആത്മാവിൽ നിറച്ചു. ഞാൻ അറിയാത്ത ഭാഷകളിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഈ മിറിയം തപ്പെടുത്താർത്തതുപോലെ മണിക്കൂറുകൾ, ഒരു രാത്രി മുഴുവൻ പകലാക്കി ഞാൻ ദൈവത്തെ ആരാധിച്ചു. ആ ദൈവ സാന്നിധ്യം ഇന്നും എന്റെ ജീവിതത്തിൽ ബലമാണ്. അത്രയൊന്നും ഞാൻ ഇന്ന് ആരാധിക്കുന്നില്ല, ജോലി തിരക്കുകൾ മറ്റു കാരണം. അതൊക്കെ എന്നെ എന്റെ ദൈവം നടത്തിയ വഴികളാണ്. അവിടെ ഞാൻ ആരാധിച്ചു. എന്റെ ഓരോ ദൈവം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാന്, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വളരെ ഞാൻ പോലും അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഒരു കഴുത പോലെ അപ്പന്റെ കരങ്ങളിൽ ഞാൻ എന്നെ കൊടുത്തു. അപ്പം ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. എന്റെ കർത്താവ് കൊഴിഞ്ഞ ചേറ്റിലും ചെളിയിലും കിടന്നിരുന്ന എന്നെ, നഷ്ടപ്പെട്ടു പോകേണ്ടെന്ന എന്നെ ഇത്രത്തോളം സ്നേഹിച്ച ഈ ദൈവത്തിന് ഞാൻ എന്ത് പകരം കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കർത്താവ് അവിടെ വളരെ പ്രതികൂലം, പള്ളിയിൽ നിന്നുകൊണ്ട് തിരുമേനി വരും, ആൾക്കാരൊക്കെ വരുന്നു. അപ്പൊ ഞാന് ഈ കർത്താവിനെ അറിഞ്ഞ സമയം കൂടുതൽ അവിടെ ഉള്ള പള്ളിയിലുള്ളവരോടെല്ലാം സുവിശേഷം പറയും. അവിടെയുള്ള ഒരു സഹോദരിമാരെ എല്ലാം ഞാൻ അവിടെ പറയാം, എന്റെ സ്കൂട്ടറുമായിട്ട് പോയി പ്രാർത്ഥനയ്ക്കെല്ലാം ഇവരെ കൊണ്ടുപോകും. ആ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പപ്പായ്ക്ക് ഭയങ്കര പ്രഷറായിരുന്നു. പപ്പ പറഞ്ഞു, അപ്പം ഇനി തിരുമേനി വരും, അതുകൊണ്ട് നീ ഇനി ഇപ്പൊ ശരിയാകത്തില്ല, നീ അനുസരണക്കേട് കാണിക്കല്ലേ. പക്ഷെ പപ്പായോട് ഞാൻ എതിർത്ത് പറയത്തില്ലായിരുന്നു. കാരണം ഒരു പിതാവിന്റെ ആ സ്വാതന്ത്ര്യം എന്നോട് കാണിക്കണം. എനിക്ക് പപ്പായോട് എതിർത്ത് പറയുന്നത് എനിക്ക് വളരെ വിഷമമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇങ്ങനെ വന്ന എനിക്ക് പറ്റത്തില്ല, എന്റെ പുറകിൽ നിൽക്കാൻ എനിക്ക് അച്ഛനും ഇവിടെ ഇല്ല, എനിക്ക് സംസാരിക്കാൻ ആളില്ലപ്പാ, നീ എന്നെ സഹായിച്ചേ മതിയാവൂ അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പാസ്റ്ററെ, ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എനിക്ക് ബൈബിളിൽ ഗലാത്യ ലേഖനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഈ പാരമ്പര്യം നിൽക്കുന്നവരെ 91 സങ്കീർത്തനം വായിക്കും, പുറത്തു പോകുമ്പോൾ 51 സങ്കീർത്തനം വായിക്കും, അല്ലാതെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അപ്പൊ ഇങ്ങനെ വായിച്ചപ്പോ ഞാൻ ദൈവശബ്ദം എന്റെ അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ കേൾക്കുന്നത്? ഗലാത്യർ 5:1, ഗലാത്യർ 5:1, ഗലാത്യർ 5:1. ഞാൻ ഈ ബൈബിള് തുറക്കുകയും, പാസ്റ്ററെ, സ്വാതന്ത്ര്യത്തിനായ ക്രിസ്തു നിന്നെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവം എനിക്കിതങ്ങ് പൊരുൾ തിരിച്ചു തരുക. ഞാനങ്ങ് ആത്മാവിലായി, കർത്താവെ, നീ എനിക്ക് തന്ന സ്വാതന്ത്ര്യം, ഞാൻ നിന്ന വഴി അടിമനുഖമാണ്, അടിമനുഖത്തിൽ നിന്നാണ് നീ എന്നെ സ്വതന്ത്രയാക്കിയത്. അപ്പൊ യേശുക്രിസ്തുവിൽ എനിക്ക് ഉറച്ചു നിൽക്കണം. അപ്പൊ കർത്താവിന്റെ ആ ദൈവത്തിന്റെ ആ വചനം എന്നെ ധൈര്യപ്പെടുത്തി. എനിക്ക് എവിടുന്നില്ലാത്ത ബലവും ശക്തിയും അതിന്ന് ഓർക്കുമ്പോൾ എന്റെ ജീവിതത്തില് ഒരു മുഴക്കം പോലാണ്. ഞാൻ ഇപ്പോഴും പറയുമ്പോഴും ആത്മശക്തി എനിക്കത് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാം. അവിടെ എന്റെ തിരുമേനി വരികയോ, ഞാൻ എന്നാലും ആരും ദേശത്തെല്ലാം എതിർപ്പുണ്ടായിട്ട് ഞാൻ അതൊന്നും ഗവനിക്കാതെ ഞാൻ സാധാരണ പോലെ പ്രാർത്ഥനയ്ക്ക് പോകും, തിരിച്ചു വരും. ഞാൻ ഒരിക്കലും പിന്നെ ആ പള്ളിയിലേക്ക് പോകുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാൻ ആ കർത്താവിനെ അറിഞ്ഞ് അവനെ അനുസരിച്ച്, അവന്റെ വചനത്തെ അനുസരിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് പാസ്റ്റർ ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ ആയിരിക്കുന്നത്. എന്റെ കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അങ്ങനെ ഈ കർത്താവ്, എന്റെ പിതാവ്, അച്ഛന്റെ പിതാവ് അങ്ങ്
പിന്നെ എന്നോട് അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. പപ്പ തന്നെ പിന്നെ പറയാൻ സാധ്യമായി, എന്റെ മോൻ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ അവള് നിൽക്കും. നിങ്ങൾ പപ്പായെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. അങ്ങനെ അവിടുള്ള എതിർപ്പുകൾ വന്നു. പിന്നെ എന്റെ ഭവനത്തിൽ നോക്കി എനിക്ക് ഒത്തിരി എതിർപ്പുണ്ട്, പക്ഷെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അവിടെ ഒക്കെയും കോഴി തന്റെ കുഞ്ഞിനെ കരുതുന്ന പോലെ എന്നെ കരുതി. അങ്ങനെ ദൈവം നടത്തി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പം എന്നോടൊരു വാഗ്ദത്തമായിരുന്നു, ഒരു ദിവസം ഞാൻ ഈ ഉപവാസം പ്രാർത്ഥന ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും. പോകുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, നിന്നെ UK പ്രദേശത്ത് ഞാൻ കൊണ്ടുപോകും, അവിടെ ഞാൻ നിന്നെ മാനിക്കും. എന്റെ പാസ്റ്റായി ഞാനൊരു നേഴ്സല്ല. അപ്പൊ ഞാൻ അന്ന് ഓർത്തു, ദൈവമേ ഇത് ചുമ്മാതെ എല്ലാരും നേഴ്സുമാരാ, അതുകൊണ്ട് അങ്ങ് പറയുന്നതായിരിക്കും. ഞാൻ എങ്ങനെ UK പോവാനാ? എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ലല്ലോ. അതിനു മുമ്പ് അങ്ങനെ ഞാൻ ചിന്തിച്ചു. അതങ്ങനെ വാഗ്ദത്തങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ UK പ്രദേശം ഞാനൊന്നും ആഗ്രഹിച്ചില്ല പാസ്റ്റർ. പിന്നെ ഞാൻ ഒന്ന് ആഗ്രഹിച്ചു, എന്റെ ഹസ്ബൻഡ് കുവൈറ്റിലാ. എന്റെ കർത്താവെ, ഈ നാട്ടിലായിരുന്നാലും കുവൈറ്റിലായിരുന്നാലും എവിടെയായിരുന്നാലും കുടുംബമായി ഒന്നിച്ച് ജീവിക്കണം. കാരണം എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എന്റെ മാതാപിതാക്കളോട് കൂടെ. അതെന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്റെ മാതാപിതാക്കളുടെ കൂടെ ഒരു താമസിക്കുവാനോ കുഞ്ഞുങ്ങളും പേരൻസിന്റെ ആ കരുതലൊന്നും എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ അമ്മച്ചി നോക്കിയില്ലെന്നല്ല, ഒരു അങ്ങനെ ഇരുന്നുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആ പിതാവിന്റെ സ്നേഹവും മാതാവിന്റെ സ്നേഹവും ഒരുപോലെ ലഭിച്ച് അങ്ങനെയൊക്കെ വലിയ ആഗ്രഹം. അപ്പൊ ഞാൻ എന്റെ അടുക്കളയുടെ കിച്ചന്റെ ആ വാതിലൊക്കെ ഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിന്നെ തരും. അവിടെ പോവും, കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ ആഗ്രഹം ഇതാ, എന്റെ കുടുദാസനോട് കുഞ്ഞുങ്ങളോട് ഒന്നിച്ചാകണം. അത് എവിടെയായിരുന്നു, നാട്ടിലായിരുന്നാലും മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഞാൻ വേറൊന്നും കർത്താവിനോട് ചോദിച്ചിട്ട്, അതെന്റെ വലിയൊരു സ്വപ്നം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് പറഞ്ഞ് തക്ക തുണയെ തന്ന ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ ഒരു വ്യക്തിയോ വേർപിരിക്കുവാൻ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകണം, ഒരുമിച്ച് ദൈവസന്നിധി സന്തോഷിക്കണം. അതെന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ദൈവം തക്ക സമയത്ത് തന്നെ ആ 6 മാസം എന്നോട് ബൈബിള് വായിക്കണം സമയം തന്നെ എനിക്ക് ദേവദാസനോട് കുവൈറ്റിൽ പോകുവാൻ എനിക്ക് കഴിഞ്ഞു. അവിടെ എനിക്ക് അത്ഭുതകരമായ ദേവദാസനോട് കൂടെ അവിടെ കുറച്ചുനാൾ ജോലി ചെയ്യുവാനും ദൈവം സഹായിച്ചത് ദൈവത്തിന്റെ വഴിയാണ്. അവിടെ നിന്ന് തന്നെ എനിക്ക് വചനം വായിക്കുവാനോ 6 മന്ത്സിനുള്ളിൽ ഞാൻ വചനം വായിച്ചു. പിന്നെ ഓരോ ഘട്ടത്തിലും ദൈവം നടത്തി. പിന്നെ UK പ്രദേശം 2007 ദേവദാസൻ, ഇപ്പൊ ദൈവാത്മാവ് എന്നെ കാണിച്ച ഒരു ഒരു ഫോൺ നമ്പർ എനിക്ക് 4+4 ഈ 44 അതൊന്നും നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. ഒരു ഫോൺ നമ്പറിലൂടെ എന്റെ ഒരു അവിടെ തന്നെയാണ് എന്റെ എന്റെ കൂട്ടുദാസൻ ഒരു ഇന്റർവ്യൂവിന് വന്നത്. തനിക്ക് പക്ഷെ കുവൈറ്റിൽ നല്ലൊരു, തന്നെ ഹോട്ടൽ മാനേജർ ആയിരുന്നു, നല്ലൊരു പൊസിഷൻ ഇരിക്കുന്നു. അവരുടെ ഓപ്പണിങ്സ് ഒക്കെ ഈ അച്ഛനാ പോകുന്നത്. ഈജിപ്റ്റ്, ദുബായ്, അങ്ങനെ പല ഇടങ്ങളിലും അച്ഛനാണ് അത് പോയി ഓപ്പൺ ചെയ്തത്. അപ്പൊ അച്ഛൻ നല്ലൊരു പൊസിഷൻ ഇരിക്കുക. അപ്പൊ അച്ഛൻ ഈ വിസ കൈ വെച്ച് അച്ഛൻ അതിന് വലിയ ഇത് കൊടുത്തില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ പോകുന്നത് കണ്ടപ്പം ഇവർ ഈ സാലറി ഒക്കെ കൂട്ടി കൊടുക്കാനും, അച്ഛൻ അതുപോലെ വിശ്വസ്തനായ ഒരു മനുഷ്യനാ, വിശ്വസ്തനായ ഒരു തന്റെ കയ്യിൽ നിന്ന് പോയാലും താൻ മറ്റേ ഒരു സമയം നോക്കാതെ ജോലിയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തന്റെ കുടുംബത്തിലാണെങ്കിലും താൻ അങ്ങനെ തന്നെയാ. അച്ഛനാണെങ്കിൽ ഇങ്ങനെ കൈവച്ചു. പിന്നെയും എന്നോട് വ്യക്തികളിലൂടെ ദൈവാത്മാവ് പറയാൻ തുടങ്ങി, കൈവെക്കരുത്, ദൈവതീയ വാഗ്ദത്തമായി പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ അനേകരിലൂടെ ആലോചന. പിന്നെ ഞാൻ ഈ വിഷയത്തിന്മേൽ ദൈവഹിതമാണെങ്കിൽ കർത്താവെ നീ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല, നീ അടച്ചാൽ ആർക്കും, ദൈവഹിതമാണെങ്കിൽ അത് നടക്കണം, ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ വേണ്ട. അങ്ങനെ 2009 എന്റെ ഹസ്ബൻഡ് UK പ്രദേശത്ത് വന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ പാസ്റ്ററെ വളരെ പ്രതികൂലം. താൻ വന്ന 2000 വന്ന കമ്പനിയല്ല, വേറൊരു കമ്പനിയിലാണ് വിസ ലഭിച്ചത്. വളരെ പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ല. ഓരോ സ്റ്റെപ്പിലും ദൈവത്തിന്റെ വളരെ അച്ഛൻ ഒത്തിരി നിരാശപ്പെട്ടു. സാലറി കൊടുക്കുന്നില്ല, തന്റെ താമസം ഒക്കുന്നില്ല. തനിക്ക് വിത്തിൻ 6 മന്ത് തിരിച്ചു വരുമെന്ന് എന്നോട് ഉറപ്പായിട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ തിരിച്ചു വരും. ശത്രു ആകുന്ന തന്നെ പറിച്ചു കളയാൻ നോക്കി, എങ്കിലും കർത്താവ് നിലനിർത്തി. അപ്പൻ വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പോലും അറിയാതെ
ഞങ്ങളുടെ വഴികൾ എൻ്റെ കർത്താവ് നിയന്ത്രിച്ചു. അവിടത്തേക്ക് സകല മഹത്വം അർപ്പിക്കുന്നു. ഇതിന്റെ മധ്യത്തില് എൻ്റെ വീട്ടില് വളരെ പ്രതികൂലമാണ്. പിതാവ് ഞങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോയി. എന്നോട് തന്നെ പറഞ്ഞതാണ്, നീ എങ്ങനെ മക്കളില്ല, അങ്ങനൊക്കെ വളരെ. പക്ഷെ ഞങ്ങൾ ആരും ശല്യം ചെയ്യാതെ ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് അന്നേരം തന്ന ഒരു വചനമാണ് സാംസ് 27. ഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകും, ഞാൻ ആരെ പേടിക്കും. ഹോവ എന്റെ ജീവന്റെ ബലം. എനിക്ക് ദൈവാത്മാ വചനത്തിലൂടെ എന്നെ ഉറപ്പിച്ചു. എന്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചാലും ഹോവ എന്നെ ചേർത്തുകൊള്ളും. ൂടെയും ഒക്കെ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു, യഹോവയുടെ ഒരു കാര്യം ആഗ്രഹിച്ചു, അതിനെ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ മനോഹരത്വം കാണുവാനും അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസം എന്റെ കൂടാരത്തിൽ മറയ്ക്കുന്ന ഒരു ദൈവം അടിയനെ മറച്ചു. വളരെ റിജക്ഷൻസ്, ഒറ്റപ്പെട്ടി, മാറ്റി നിർത്തിയ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാസ്റ്ററെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മധ്യത്തില് എന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ദൈവം പണിയുമായിരുന്നു. ഇനിയും പണി നടക്കാനുണ്ട്. കർത്താവ് അങ്ങനെ ഓരോ ഘട്ടത്തിലും ദൈവം നടത്തി. പിന്നെ പരിശുദ്ധാത്മാവ് ഓരോ സമയം കൂടെ ഇരുന്നു. പിന്നെ എൻ്റെ സഹോദരിയോട് ഞാൻ സുശേഷം പറയാൻ തുടങ്ങി, മാതാവിനോട് പറയാൻ തുടങ്ങി. മാതാവൊക്കെ ചെറുക പ്രാർത്ഥന, എന്തിലും ഭയങ്കര എതിർപ്പുകളാണ് അവിടെയൊക്കെ. ഒന്നും ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. മൂത്ത സഹോദരങ്ങളുണ്ട്. ഒന്നും അങ്ങനെ നമുക്ക് അവരോട് ഏജ് ഗ്യാപ്പ് ഉണ്ട്. എൻ്റെ സഹോദരി ഞാനുമായിട്ട് 10 years ഡിഫറൻറ്റാ. 10 years ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മോളെ എപ്പോഴും എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കാണാൻ അവള് വരുമ്പോൾ ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകും. അവള് 2009 December 25 കർത്താവിനെ രക്ഷിക്കുക, അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടു. പ്രാർത്ഥനയ്ക്കൊക്കെ പിറകെ വരാൻ തുടങ്ങി. അവൾ 2009 December 25 സ്നാനപ്പെടാൻ ദൈവം അവസരം തന്നു. അങ്ങനെ എൻ്റെ സഹോദരി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവൾ വളരെ സന്തോഷമായിരുന്നു എനിക്ക്. അതിനിടയ്ക്കാണ് ദൈവാത്മാവ് എന്നോട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിയെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആക്സിഡന്റ് നടക്കുമെന്നും അത് സ്ഥലം വരെ, അതിപ്പോ നമ്മൾ അത്രയും ഞാനത് പിന്നെ എനിക്ക് ആക്സിഡന്റ് നടക്കും ഇവളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഭയങ്കര പ്രചോദനം തന്നു. അപ്പൊ ഞാൻ മോളോട് തന്നെ പറഞ്ഞു, മോനെ ഞാൻ ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മോനെ ഇങ്ങനെ ആക്സിഡന്റ് വരുന്നതുകൊണ്ട് ഒത്തിരി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ കടന്നു പോകുന്ന ദൈവസഭയിലെല്ലോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്നെ നടത്തിയ എന്നെ ദൈവം കാണിച്ചു തന്നൊരു ദൈവസഭയാണ് പാസ്റ്റർ എബി അഡോണായി ചർച്ച് തിരുവല്ലയില്. ആ ദൈവദാസന്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്ന ലോപ്സിയാൻ മോളുടെ വീടിനടുത്ത് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് പ്രെയർ ഒക്കെ നടത്തുമായിരുന്നു. അപ്പൊ എന്റെ വീട്ടിലെ മിക്കവാറും നൈറ്റ് പ്രെയർ, നൈറ്റിലെ രാത്രി യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ സഭയായിരുന്നു. ഭയങ്കര രാത്രി യാമങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ വരുമ്പോ ആന്റി എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോനെ ആന്റി വളരെ സ്നേഹമായിരുന്നു, ലോപ്സി ആന്റി എന്നാ പറയുന്നത്. മർത്തോമയ ഇതിൽ നിന്ന് അവർ കടന്നു വന്ന് ഇപ്പൊ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. ആന്റിക്ക് ഇപ്പം പ്രായമായിട്ടൊക്കെ ഇരിക്കും. ആന്റി എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ഭവനത്തിൽ നിങ്ങളുടെ വീടിനടുത്ത് ഒരു ആംബുലൻസ് കാണുന്ന ആൾക്കൂട്ടത്തെ കാണുന്നു, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പ്രാർത്ഥിക്കണം. അപ്പൊ എന്റെ മൂത്ത സഹോദരൻ ഇത്ര മദ്യപാനി. അപ്പൊ ഞാൻ എന്റെ അനിയത്തോട് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, ചേച്ചി ഇനി അച്ഛൻ വല്ലതും കാണിക്കാനാണോടി, പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിപ്പോ എന്തെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വീട്ടിലും പറഞ്ഞു. എന്തെങ്കിലും മമ്മിയൊക്കെ എനിക്ക് അറിയത്തില്ല പാസ്റ്റർ, ഇന്നും എനിക്കതൊരു കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംബന്ധിക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവള് തന്നെ അവൾക്ക് കഴിക്കാൻ പോകുന്ന പയ്യനോടൊക്കെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൾ ആരാധനയ്ക്ക് പോയി. അവളോട് ഇത്തിരി ദൂതൊക്കെ ദൈവം കൊടുത്തു. 2010 June 2 എന്റെ സഹോദരി മമ്മിയും കൂടെ യാത്രയിൽ പോകുമ്പോൾ ആക്സിഡന്റിലെ എന്റെ സഹോദരിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതെന്റെ ജീവിതത്തിൽ വളരെ വളരെ എന്നെ മുറിച്ച ഒരു വിഷയമായിരുന്നു. അവൾക്ക് 24.5 years ഓൾഡ് BSc നേഴ്സ് ആകുന്നു. UK വരാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഒക്കെ ചെയ്ത് നടക്കുമ്പോഴാണ് എന്റെ സഹോദരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്റെ മാതാവ് അതോടൊപ്പം തന്നെ തീരെ മാനസികമായും ഭാരപ്പെട്ടു. എങ്കിലും എന്റെ മാതാവും സ്നാനപ്പെടുവാനും കർത്താവിനെ അറിയാനും ഭാഗ്യം ലഭിച്ചു.
ഏഹ് അങ്ങനെ സഹോദരി മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സമയം പാസ്റ്ററെ പ്രാർത്ഥിക്കും. ഞാനും അവിടെ ആക്സിഡന്റ് നടന്നപ്പോൾ അവൾക്ക് കുഴപ്പം ഇന്റേണൽ ബ്ലീഡിംഗ് എന്ന് ഉണ്ട്. മമ്മിക്കാ പ്രശ്നം. എല്ലാവരും മമ്മിയാ ശ്രദ്ധിച്ചത്. പക്ഷെ ദൈവം അറിയാതൊന്നും അല്ലല്ലോ. കർത്താവ് സകലതും അറിയുന്നു. അവൾ ലോകത്തിൽ നിന്ന് മാറ്റം. എന്റെ ജീവിതത്തിൽ പിന്നെയും വളരെ ആഴമായ വിഷാദത്തിലേക്ക് ഞാൻ പോകേണ്ടതായിരുന്നു. പക്ഷേ പാസ്റ്ററെ ഞാൻ അവിടെ മുട്ടി. ഇവിടെ ആക്സിഡന്റ് നടന്ന ആരോ ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ആരോ വന്ന് കെട്ടിപ്പിടിക്കുന്ന പോണൊക്കെ എനിക്ക് തോന്നി. എന്റെ ആ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ വളരെ ആശ്ലേഷിക്കുന്നതായിട്ടൊരു അനുഭവം എന്റെ മുറിയിൽ ഉണ്ടായി. എനിക്ക് എവിടുന്നോ ഇല്ലാത്ത ധൈര്യം വന്നു. ആ ഫ്യൂണറലൊക്കെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ വലിയൊരു ദൈവിക തേജസ്സിനാൽ എന്നെ നിറച്ചു. അപ്പം വേറെ ആരും മമ്മി ഹോസ്പിറ്റലിൽ കിടക്കുന്നു, സഹോദരിയുടെ ഫ്യൂണറല് ഇതെല്ലാം നടക്കുന്നു. അപ്പം എന്റെ ഇളയ സഹോദരൻ ഇവിടെ UK, എന്റെ നേരെ മൂത്ത സഹോദരൻ UK-ലാ, അച്ഛൻ വന്നു. അങ്ങനെ എന്റെ സഹോദരിയുടെ ഫ്യൂണറൽ നടന്നു. ആ സമയങ്ങളൊക്കെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ. ഞാ എന്റെ ഹസ്ബൻഡ് ഇവിടെ UK-ലാന്നപ്പം അങ്ങനെ ആ സമയങ്ങളിൽ ദൈവം എന്നെ നടത്തി. അവിടെയൊക്കെയും കർത്താവ് എനിക്ക് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ആ ലോകം തരുന്ന സമാധാനമല്ല, ആ ദൈവിക സമാധാനം എന്റെ ജീവിതത്തിൽ നിറഞ്ഞു. എന്നെ എന്നെ ആശ്വസിപ്പിക്കുന്നവരോട് എനിക്ക് തിരിച്ചാശ്വാസം പറയത്തക്ക രീതിയിൽ എന്നെ ബലപ്പെടുത്തി. എന്നെ വളരെ ധൈര്യം തന്നു. ആ സമയം എന്റെ കൂടെ ഈ ബിപാസ്റ്റ കുടുംബം വളരെ എന്നെ ഹെൽപ്പ് ചെയ്തു. അത് കർത്താവ് പറയുന്ന പോലൊക്കെ നിനക്ക് നിന്റെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ നഷ്ടം, അവരിലധികം സ്നേഹിക്കുന്ന സഹോദരങ്ങളെ ഒരുക്കി തന്ന പോലൊക്കെ അന്ന് എന്റെ കൂടെ ആ ദൈവദാസൻ കുടുംബം എന്റെ കൂടെ എല്ലാ കാര്യത്തിലും ആ ദൈവദാസനെ ബിപാസ്റ്റെ കുടുംബത്തെ ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. അവിടെയുള്ള സഭയിലുള്ള ആ കൂട്ടു സഹോദരങ്ങളെ എന്റെ കൂടെ എല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കർത്താവ് പിന്നെ ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ കരം അവിടെ കൂടെയിരുന്നു. പിന്നെ ഞങ്ങളെ ജൂലൈ ഞങ്ങളുടെ വിസ അപ്രൂവ് ചെയ്തു. ആദ്യത്തെ ഭയങ്കര റിജക്ട് ചെയ്തു. പക്ഷേ എങ്കിലും രണ്ടാമത് എനിക്കും കുഞ്ഞുങ്ങൾക്കും ദൈവിക വാഗ്ദത്ത പ്രകാരം ഒരു വിസ ലഭിച്ചു. ഞങ്ങൾ ഇവിടെ കടന്നു വരികയും പിന്നെ എനിക്ക് എൻ്റെ മോന്റെ ബർത്ത്ഡേ 19th ഓഗസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ജോലിയിലെ സാലറി ഒക്കെ വളരെ കിട്ടുന്നത് തന്നെ റെയറാ. അദ്ദേഹം വിശ്വസ്തയോടെ അവരുടെ ജോലി ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് അച്ഛന് ജോലി ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ വളരെ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും പ്രാർത്ഥനയോടെ ദൈവം നോക്കിയിരുന്നു. ഞാൻ വന്ന് എൻ്റെ ഒരു ഓഗസ്റ്റ് 2-ന് വന്നു. സെപ്റ്റംബർ 19-ന് എൻ്റെ മോന്റെ മൂത്ത മകന്റെ ബർത്ത്ഡേ ദിവസം തന്നെ യാതൊരു അർഹതയുമില്ല പാസ്റ്റർ, നേഴ്സ് വല്ല എനിക്കൊരു നഴ്സിംഗ് ഹോമിൽ ജോലി ലഭിക്കാൻ അത് അസാധ്യമാണ്. എനിക്കൊരു നഴ്സിംഗ് യാതൊരു യാതൊരു ഇതുമില്ല. ജോലി അത്ഭുതകരമാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ ഇന്റർവ്യൂ അത് എന്റെ ഒരു ടെസ്റ്റിമണിയാണ്. അവിടെ ചെന്നപ്പം അവരെന്നെ ഇന്റർവ്യൂ ചെയ്ത് അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ അവർ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇന്റർവ്യൂവിലൊക്കെ ഒരു അത്ര നിൽക്കാനുള്ള ബലമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, കർത്താവെ അവർക്ക് സ്വസ്ഥത കൊടുക്കരുതേ, സ്വസ്ഥത കൊടുക്കാതെ അവർ ഇടപെടണം. അവിടുത്തെ ജനറൽ മാനേജർ ഞങ്ങള് അസ്തയിൽ ഒരു ഷോപ്പിങ്ങിന് നിൽക്കുമ്പോൾ അവരെന്നെ വിളിച്ചു. സ്നേഹയുടെ ഹസ്ബൻഡ് അല്ലേ, സ്നേഹയെ കൊണ്ടുവരണം. ഞമ്മള് പോയപ്പം തൊട്ട് ഞങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ അതേ വേർഡ്, സ്വസ്ഥതയില്ല, പീസ് ഇല്ല. പിന്നെ ഞാൻ അവരോട് അവിടെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അവിടെ ഞാൻ പടിപടിയായി അവിടെ ലെവൽ 1 അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ബൂപ്പയിലേക്ക് മാറി. പിന്നെ NHS-ൽ എനിക്ക് ജോലി ലഭിച്ചു. ആ സമയത്ത് ആ ചെറിയ വരുമാനത്തിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ നടത്തി. പിന്നെ NHS-ൽ എന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് എനിക്ക് നേഴ്സല്ല, പക്ഷെ കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, നേഴ്സല്ല നിന്നെ നേഴ്സാക്കുമെന്ന്. പക്ഷേ ഞാന് NHS-ൽ ഇന്റർവ്യൂ വന്നപ്പം അച്ഛനാ എന്നെയും കൊണ്ട് പോകുന്നത്. കാരണം അച്ഛൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ അവരെനിക്ക് നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പൊ അത് തന്നപ്പോ ഞാൻ ഒരു ടെസ്റ്റ് പേപ്പർ എഴുതിയെങ്കിലും പക്ഷെ ഞാൻ മറ്റേത് എഴുതാൻ ഞാൻ വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, നീ എഴുതിയോ? ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരു പേപ്പർ ഇംഗ്ലീഷ് എഴുതി, മാത്സ് എഴുതിയില്ല. എന്നാ പിന്നെ തിരിച്ചു പോയേക്കാവുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ദൈവസഭയിൽ ഒരു കുഞ്ഞ് അടുത്ത് കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. അപ്പൊ ദൈവം അന്ന് എന്നോട് ആ വചനത്തിൽ ഇടപെട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഇല്ല, നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലുള്ള ഫ്രണ്ട്സ് ഒക്കെ അവിടെ വന്ന് ഇപ്പുണ്ട്. ഞങ്ങള്
അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, "ഓ, ഇല്ല, ജോലി പോയേക്കാം സ്നേഹേ, വാ." അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ നിൽക്കാൻ. അപ്പഴാണ് അവിടുന്ന് അവരുടെ മേട്രൻ എന്നെ വിളിക്കുന്നു. "ആരാ സ്നേഹ? ഹൂ ഈസ് സ്നേഹ? നീ എന്നാ ഇത് എഴുതാഞ്ഞത്?" അവരോർത്തു എനിക്ക് തന്നില്ലയോ, പക്ഷെ എനിക്ക് തന്നായിരുന്നു. "വന്ന് നീ ഇതുകൂടെ എഴുതിയിട്ട് പോവാൻ" പറഞ്ഞു. എന്നിട്ട് എനിക്ക് എക്സ്ട്രാ ടൈം എഴുതാനും തന്നു. ഞാൻ ആ ടെസ്റ്റ് പാസ്സാകുകയും, സേഫ് ഗാർഡിങ്ങോ ഇതൊന്നും നമുക്കറിയത്തില്ല. ഇൻഫെക്ഷൻ കൺട്രോൾ എന്റെ വായിൽ അവരിലൂടെ കർത്താവ് എന്നെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ കൊണ്ടിട ഞാൻ IELTS എഴുതുന്നു. ഞാൻ എന്നാ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പാസ്സായി. അതൊരു സ്വപ്നം എനിക്ക് നേരത്തെ ദൈവം തന്നതായിരുന്നു. അതുപോലെ തന്നെ ഈ ടെസ്റ്റും ഞാൻ എന്നാ ചെയ്തെന്ന് എനിക്കറിയത്തില്ല പാസ്റ്ററെ. ഞാൻ പാസ്സായി. എന്നെ അവിടെ ഒരു മാനേജറെ ദൈവം ഒരുക്കി തന്നു. ഇന്നും രാവിലെ ടെക്സ്റ്റ് ഇട്ടു. അവരെന്നെ ഒരു ഒരു മെന്ററാണോ, എന്നെ ഭാഷ പഠിപ്പിച്ച്. അവർ ഇംഗ്ലീഷ് ലേഡിയാണ്. അവരെന്നെ പല പല ലെവൽ ഈ പഠിക്കാനുള്ള ആ വലിയ അറ്റ്മോസ്ഫിയർ എനിക്ക് ഒരുക്കി തന്നു. അവിടെ എന്നെ പഠിപ്പിച്ചു. ഞാൻ അവിടെ പതുക്കെ പതുക്കെ കയറി. ഇന്ന് ഞാൻ ഒരു തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനാന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിന്റെ കരമാണ്. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. NHSലെ അനേകർ ആഗ്രഹിക്കുന്നിടത്ത് ഒരു നേഴ്സ് അല്ലാതിരിക്കെ എന്നെ കർത്താവ് കൊണ്ടുവന്ന വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നീ എന്താകുമെന്നും എങ്ങനാകുമെന്ന് ചോദിച്ചയുടെ മധ്യത്തിൽ ഒരു കഴുത പോലെ അപ്പച്ചനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമാകുന്നു ആയിരിക്കുന്നു. എന്റെ ബലമുള്ള കർത്താവിന്റെ സങ്കേതമായതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒന്നും എന്റെ കഴിവല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ ക്വാളിറ്റി അല്ല, എന്റെ യാതൊരു ഗുണങ്ങളും എനിക്ക് പറയാനില്ല. ഈ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട്, അവന്റെ നാമത്തിൽ നിന്നത് കൊണ്ട് മാത്രം ദൈവം നടത്തി. അതുകൊണ്ട് അനേക ദൈവിക വാഗ്ദത്തങ്ങൾ കുടുംബമായി ഞങ്ങളോടുണ്ട്, കുഞ്ഞുങ്ങളോടുണ്ട്. ഇതിലൊക്കെ മധ്യത്തിൽ നിൽക്കാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ PR ഓരോ വർഷവും ഞങ്ങള് വളരെ ഇത് അവര് വിസയുടെ കാര്യങ്ങളൊന്നും അവര് പറയത്തില്ല. ഹസ്ബൻഡ് ജോലിയിൽ വളരെ സ്ട്രഗിൾ ആയിരുന്നു. വിസ ഞങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കി വിസ ആക്ഷൻ ഞങ്ങൾ അറിയാത്ത സമയങ്ങളിൽ തന്നെ നിയമങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി. ഒരു പേപ്പറും ഇല്ലാതെ ഞങ്ങൾ PR ചെന്നപ്പോൾ ഞങ്ങളുടെ ദൈവസഭ ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചർച്ച് എന്ന് പറഞ്ഞ പാസ്റ്റർ വെസ്ലി, പാസ്റ്റർ ജോയ് ടി സാമുവേൽ, അങ്ങനെ അവിടെയുള്ള ദൈവസഭ ഞങ്ങൾക്ക് വേണ്ടി ഇട്ടുവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച അനേകായിരങ്ങൾ ആ ദൈവസഭയിൽ ഉണ്ട്. കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ PR കൊടുത്തപ്പോ അന്ന് അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞു, "അയ്യോ, നീ എബ്രഹാമെ, നിന്റെ പേര് മാത്രം കൊടുത്താൽ മതി, കുടുംബത്തിന്റെ കൊടുക്കണ്ടായിരുന്നു." ഞങ്ങള് പ്രയർ സർവീസിനാ കൊടുത്തത്. പക്ഷെങ്കിൽ വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനും കുഞ്ഞുങ്ങളും ഇരുന്നു. അതൊക്കെ ഭയങ്കര, എനിക്ക് പറയാൻ പോയാ പാസ്റ്റർ ഒരു ദിവസം എടുക്കത്തില്ല. ഞാനും കുഞ്ഞുങ്ങളും ഈ ഒരു സിഗ്നേച്ചറിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, അതിനൊരു തടസ്സം വരരുതേ എന്ന്. ആ സിഗ്നേച്ചറൊക്കെ വലിയ വിഷയമായിരുന്നു. ഒരു സിഗ്നേച്ചർ കൊടുക്കത്തില്ല. പക്ഷെ സമയത്ത് തന്നെ ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി തന്ന് സിഗ്നേച്ചർ എംപ്ലോയറുടെ സിഗ്നേച്ചർ ലഭിച്ചു. അതൊക്കെ ഭയങ്കര ഒരു ദൈവത്തിന്റെ വഴിയാ. തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് ആ സമയത്ത് ആ സിഗ്നേച്ചർ ഒരുക്കി തന്ന്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കി തന്ന് PR റിസൾട്ട് വന്നപ്പം അഡ്വക്കേറ്റിന് തന്നെ തുറന്നു നോക്കാൻ പേടിയാ. തുറന്നു നോക്കിയപ്പോ ഞങ്ങൾക്കത് വർക്ക് പെർമിറ്റ് PR ലഭിച്ചു. ഒരു പേപ്പറോ ഒന്നും ഞങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ, ദൈവത്തിന്റെ വഴിയാ. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തില് പിന്നെ 2000 പിന്നെ അച്ഛന് ഞങ്ങൾ ദൈവസഭയോട് ചേർന്ന് കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഈ വിശ്വാസ ജീവിതത്തില് ഞാനിപ്പോ ഓർക്കുന്നു, കുഞ്ഞുങ്ങളും തെറ്റിപ്പോകാതെ ദൈവം ഈ കാലഘട്ടത്തിൽ അവർ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ അവരെയും ദൈവത്തോട് അടുപ്പിച്ചു. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവരെ കൊണ്ട് വചനം ഒരു ചാപ്റ്റർ വായിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. അവർക്ക് ഒരു ബുക്ക് കൊടുത്തിട്ട് 2 പേർക്കും ബുക്ക് കൊടുക്കും. പ്രോബ്സ് എഴുതിക്കുക, നിങ്ങൾക്ക് നിങ്ങളെ ദൈവം സ്പർശിച്ച അതിന് 5 വട്ടം എഴുതണമെന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾ അനുസരിക്കുമായിരുന്നു. അതിലേക്ക് ഞാൻ നല്ല ഞാനൊക്കെ അങ്ങനെ അവരെ എഴുതി ആ വചനം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തി. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുക. പിന്നെ നമ്മുടെ കഷ്ടതകൾ അവരും അറിയണം. കഷ്ടത്തിലാണ് ദൈവം നമ്മളെ പണിയുന്നത്.
അപ്പൊ ഞാൻ എന്റെ പ്രതികൂലങ്ങളാണ് കർത്താവിന്റെ കൂടെ ഇരുന്ന അനുഭവം, കർത്താവിന്റെ കൂടെ ഇരുന്ന കുഞ്ഞുങ്ങളാണേലും ഒരു ചെറിയ, അവർക്ക് അറിയാം, ഒരു ചെറിയ കാര്യത്തിൽ അവർ ഇച്ചിരി ഒന്ന് മാറി നടക്കുമ്പോൾ ദൈവം എന്നോട് മോനെ പ്രയർ കുറഞ്ഞോ മക്കളെ, അല്ലെ ഇന്നത് കാര്യം ചെയ്തോ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം. അപ്പൊ അവര് തന്നെ പറയും, അമ്മ 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 ഇരുന്ന് എന്തെങ്കിലും ചെയ്താൽ അമ്മ ഉടനെ അറിയും, ഞാൻ അത് കണ്ടുപിടിക്കും. ഞാൻ അപ്പൊ കുഞ്ഞുങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കാനും ഒക്കെ ദൈവം വളരെ, കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ആൺമക്കളെ ദൈവം എനിക്ക് തന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം, ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾക്ക് വളരെ വളരെ ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ഞങ്ങളുടെ പ്രാർത്ഥന അത് തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ പഠനം, വിദ്യാഭ്യാസവും ജോലി എല്ലാം ഈ ലോകം ഇത് എല്ലാം കൊണ്ട് ഇവിടം കൊണ്ട് തീരും. അവർ ജോലിയിലായിരുന്നാലും എവിടെയായിരുന്നാലും ദൈവ തിരുനാമത്തിനായി നിൽക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളും ആ കഷ്ടത്തിൽ ഞങ്ങളോടൊപ്പം മുട്ടുമടക്കി അവരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ദൈവം ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങളോട് കൂടെ ഇരുന്ന്. പിന്നെ 2020 ഞങ്ങളുടെ കഷ്ടത്തിന്റെ സമയമായിരുന്നു. 20 പ്രത്യേകം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് വളരെ പ്രചോദനം തന്നു. അച്ഛന് ജോലി, മറ്റു കാര്യങ്ങൾ, പാസ്റ്റർ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ അല്ല, ജോലി ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, കാര്യങ്ങളുണ്ട്. 2016 ഞങ്ങൾക്കൊരു ഭവനം തന്നത് ഇതുപോണക്ക് തന്നെയാ. ഞങ്ങൾക്കൊരു ഭവനം ഇവിടെ ഒരുക്കി തരുന്നു. ഞങ്ങൾ ഇരിക്കുന്ന ഒരു ഡിറ്റാച്ച്ഡ് ഒരു ഭവനമാണ്. കർത്താവ് പറഞ്ഞ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 2007 എങ്ങാണ്ട് എന്നോട് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ നിനക്ക് ഞാനൊരു ഭവനം തരും. ഇതൊക്കെ ഞാൻ ഓർത്ത് വെറുതെ പറയുന്നതായിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ ഞാൻ അന്ന് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അവിശ്വാസം വഹിച്ചത് പോയിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവ് അതുപോലെ തന്നെ ഒരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അത് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ലായിരുന്നു പാസ്റ്ററെ. ഞങ്ങൾക്ക് എങ്ങനെ ആ കാര്യങ്ങൾ നടന്നു ഇന്നും എന്റെ ഹസ്ബൻഡും എനിക്കും അറിയത്തില്ല. ആ ഭവനം ഒരുക്കി തന്നു. ഹസ്ബൻഡ് പെതുക്കെ PR ആയപ്പോഴത്തേക്കും എനിക്ക് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും കടന്നു പോകാൻ കഴിയത്തില്ല. കാരണം ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് പാർട്ടി വരും, സെലിബ്രേഷൻസ് വരും. അപ്പൊ അച്ഛനെ പെതുക്കെ ജോലി വെച്ച് ജാഗ്വാർ ലാൻഡ് റോഡിലേക്ക് അച്ഛന് ജോലി ഡേക്ക് ഞങ്ങൾ അതുവഴി ഡ്യൂട്ടിക്ക് കടന്നു പോകാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഒരു ജോലി ഒരുക്കി തരണം അച്ഛൻ. അപ്പൊ തന്റെ വന്ന നല്ല രീതിയിലിരുന്ന അച്ഛന്റെ ആ ജോലിയെല്ലാം കണ്ടിട്ട് അച്ഛൻ ഒരു ജാഗ്വാറിൽ ഒരു ജോലി ലഭിച്ചു. പിന്നെ ഞങ്ങൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കടന്നു പോകുവാനും ദൈവസഭയുടെ ഭാഗമാക്കുവാനും അച്ഛനെ ഞങ്ങളെ ഞങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥനാ വിഷയമായിരുന്നു. ഞങ്ങളുടെ ആരാധന മുടങ്ങിപ്പോകല്, പ്രാർത്ഥന മുടങ്ങിപ്പോകല്, അതിനും ദൈവം വഴിയൊരുക്കി തന്നു. സമയാസമയങ്ങൾ കർത്താവ് നടത്തി. അതുപോലെ തന്നെ 2020 ദൈവാത്മാവ് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് ഞങ്ങളോട് പ്രാർത്ഥിച്ചു. പക്ഷെ അച്ഛനെ അറിയത്തില്ലായിരുന്നു. അച്ഛന് ഭയങ്കര ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞപ്പോ അച്ഛന് വളരെ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ പ്രയാസമോ ഒക്കെ വന്നു. ആ കോവിഡിന്റെ മൂർധന്യാവസ്ഥയിൽ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, നമുക്കറിയാം കോവിഡിന്റെ ആ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് കയറുന്നവരെ ചെറുപ്പക്കാരെന്നോ വലുതെന്നോ ചെറുതവനോ ഇല്ല, ഇങ്ങോട്ട് വരുന്ന അനേക ഡെഡ് ബോഡികൾ. അന്നേരം ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ആരും സഹായിക്കാനില്ല, ആരുടെ അടുത്ത് പോകാനില്ല, ഒന്നുമില്ല. എന്റെ കുടിദാസന് ദൈവം ഒരു ദിവസം അച്ഛൻ പെട്ടെന്ന് ജോലിക്ക് പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പൊ എന്റെ മൂത്ത മകൻ അശ്വിൻ അച്ഛനെ നോക്കിയപ്പോ അച്ഛൻ ഒരു വല്ലായ്മ പോലൊക്കെ തോന്നി. ഞാൻ അതിനു മുമ്പ് അച്ഛനെ അന്ന് രാത്രിയിൽ ഒന്നും ഉറക്കമില്ലായിരുന്നു, വല്ലായ്മ വന്നു. അപ്പൊ ഞാൻ അച്ഛനെ പറഞ്ഞ പോയി കാണിക്ക്, എന്താ. അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലടി, ഗ്യാസിന്റെ പ്രോബ്ലം വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛൻ പോ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലായിരുന്നു. പക്ഷെ കേട്ടില്ല, അച്ഛൻ ജോലിക്ക് അങ്ങ് പോയി. പക്ഷെ തിരിച്ചു വന്നിട്ട് അച്ഛൻ പറഞ്ഞു, അപ്പൊ മോൻ അച്ഛന് നിർബന്ധമായിട്ട് അച്ഛൻ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് കാർ ബ്രേക്ക് ചെയ്തു. അപ്പൊ അച്ഛൻ മോനൊരു വല്ലായ്മ തോന്നി. മോൻ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ. ഞാൻ വന്നിട്ട് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, അമ്മയോട് പറയല്ലേ, അമ്മ അറിയല്ലേ. അച്ഛൻ എന്റെ ഹോസ്പിറ്റലിൽ തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് അച്ഛനെ കൊണ്ട് ഏനി കൊണ്ടാക്കിയപ്പോ അച്ഛന് ഹാർട്ടിന്റെ 100% 8 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ഒരു 5% 6% മാത്രമേ ഹാർട്ടിന് ഇതുള്ളായിരുന്നു. അപ്പൊ അന്നേരം അച്ഛനും അവരോട് പറഞ്ഞപ്പോ അവർ സാധാരണ ഒരു പാരസിറ്റമോളോ വല്ലതും കൊടുത്ത് പോകേണ്ടത്. അപ്പം അവിടെ ഞങ്ങളുടെ കാർഡിയോളജി വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഇറങ്ങി വന്നു. അച്ഛൻ ഡോക്ടർമാരോട് ഇറങ്ങി വന്നു. ഞാൻ ഇതൊന്നും അറിയുന്നില്ല, ഞാൻ അവിടെ വർക്ക് ചെയ്യുക. അച്ഛനോട് പറഞ്ഞു, അച്ഛനപ്പം റിഫ്ലക്സ് എന്ന് പറയേണ്ടത്, അതായത് വിളിച്ചു തകട്ടുന്നതിന് അച്ഛനെ പറഞ്ഞത് സാർ. അന്നേരം അച്ഛന്റെ വായിൽ വേർഡ് കിട്ടില്ല, വൊമിറ്റിംഗ് എന്ന് പറഞ്ഞു. അത് ദൈവമായിട്ട് പറയിപ്പിച്ചതാ. അപ്പം
ഈ BP, ECG എല്ലാം നോർമല്. BP ഇച്ചിരി ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു വൊമിറ്റ് എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് പുറത്തിറക്കി. ഞാൻ നിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് ഇവര് പോയി. ബ്ലഡ് എടുത്തു കഴിഞ്ഞപ്പോ ബ്ലഡിന്റെ റിസൾട്ട് വന്നപ്പം അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒരു മൈനർ ഇത് വന്നായിരുന്നു, കാർഡിയോ. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് ആ പ്രോട്ടീന്റെ അളവ് കൂടുതലാന്ന് കണ്ടപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എമർജൻസി എല്ലാം വന്ന് അച്ഛനെ നേരെ, അപ്പൊ കോവിഡിന്റെ മൂർധന്യാവസ്ഥയാ പാസ്റ്ററെ. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ അവിടെ, ഇപ്പൊ ഞാൻ അറിയുന്നില്ല, അപ്പൊ ഞാൻ ഓർത്തു അച്ഛനെ വിളിക്കുമ്പോഴൊക്കെ എന്നോട് ഹോസ്പിറ്റലാന്ന് പോലും എന്നോട് പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് പിന്നെ അച്ഛൻ്റെ എല്ലാം ഒരു പെട്ടെന്ന് മെഡിക്കൽ ടീമൊക്കെ വന്നു. ഞങ്ങൾ അച്ഛനൊക്കെ ഭയന്നു പോയി. പിന്നെ ഡോക്ടർ ടീമും ഒക്കെ വന്ന അതൊരു ഭയങ്കരമായിട്ട് ഭയന്നു പോയി. ഇപ്പൊ കോവിഡ് ആർക്കും പോയി കാണാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ പെട്ടെന്ന് കാർഡിയോളജി വാർഡിലാക്കി. അവിടെ ഒരു മെഡിക്കൽ ടീം അച്ഛന് വേണ്ടി ഡിസിഷൻ എടുക്കാൻ വേണ്ടി ബൈപ്പാസ് സർജറി 100% ഒരു ബ്ലോക്ക് 100% ബ്ലോക്ക് ഉണ്ട്, 80% അങ്ങനെ പല ആർട്ടറികളിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായെന്ന് പറഞ്ഞപ്പം എനിക്കറിയത്തില്ല, എൻ്റെ കാലിനിടയിൽ നിന്ന് മണ്ണ് പോകുന്ന പോലെ ഞാൻ കർത്താവിന്റെ സന്നിധി പറഞ്ഞു, കർത്താവെ എനിക്ക് ഈ ലോകത്തിലും ആരുമില്ല, എനിക്ക് അച്ഛനില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, ഇന്നും അറിയത്തില്ല പാസ്റ്ററെ. ഈ എൻ്റെ ഒരു ബാങ്കിന്റെ കാര്യങ്ങളോ എല്ലാ വീട്ടിലെ കാര്യങ്ങളും അച്ഛനാ ചെയ്യുന്നത്. ഞാൻ അച്ഛൻ ആ ഒരു വ്യക്തിയാ. വീട്ടിൽ പോലും ഞങ്ങൾ മറ്റുള്ളവരിൽ ആശ്രയിച്ചു പോയൊരു വ്യക്തിയാ ഞാന്. കർത്താവെ എനിക്ക് വേറെ ആശ്രയമില്ല, എന്റെ കുടുദാസനെ എനിക്ക് മടക്കി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് അങ്ങനെ വളരെ ഒരു മാസം ഞാൻ ഇന്ന് ഓർക്കുന്നു. ആ കോവിഡിന്റെ ആ മൂർധന്യാവസ്ഥയുടെ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഉപവസിക്കാൻ തുടങ്ങി. എനിക്ക് ലീവ് തന്നു. പക്ഷെ എനിക്ക് ജോലിയിലൊക്കെ എൻ്റെ മാനേജ്മെന്റും ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പക്ഷെ എൻ്റെ കാർഡിയോളജി വാർഡ് 6 ഹാർട്ട്ലാൻഡ് എന്ന് പറയാൻ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ ഉള്ള എൻ്റെ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് മറ്റു ആൾക്കാരൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവരാണ് ദൈവസന്നിധിയില് ഞാൻ എത്തിട്ട് അവരും പെന്തക്കോസ് വിശ്വാസത്തിലുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഒത്തിരി പേരോട് എൻ്റെ പേഴ്സണലി ഞാനൊരു സുവിശേഷം പറയുന്ന വ്യക്തിയാണ്. എൻ്റെ മുമ്പിൽ കടന്നു വരുന്നവരോട് ഞാൻ ഈ പേഴ്സണലി എനിക്ക് അതിനാണ് താല്പര്യം. അങ്ങനെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു. അനേകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരെ എന്നെ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അച്ഛനെ ബൈപ്പാസിന് വേണ്ടി ആ സമയത്ത് എങ്ങും ഞങ്ങളുടെ ഈ ഇംഗ്ലണ്ടിലുള്ള പല ഹോസ്പിറ്റൽ നോക്കി അവിടെ എങ്ങും പ്രത്യേകിച്ചൊരു ഒരു സേഫായിട്ട് അച്ഛനെ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കാൻ ഒരു ഇതില്ല, ഹോസ്പിറ്റലിന്റെ ഒരു ഇത് കിട്ടുന്നില്ല. എല്ലായിടത്തും അവർ നോക്കി. പെട്ടെന്ന് അച്ഛനെ ചെയ്യുകയും വേണം. അച്ഛൻ ഹെൽത്തി ആയതുകൊണ്ട് ഇപ്പം ചെയ്താൽ, അപ്പൊ അച്ഛന് 48 വയസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അവര് അങ്ങനെ ടീം കൂടുകയൊക്കെ ചെയ്തു. അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ ഈ ബൈപ്പാസ് ചെയ്ത അച്ഛൻ എനിക്ക് പറയാം, അച്ഛൻ ബൈപ്പാസ് ചെയ്യുന്ന അച്ഛൻ യൂട്യൂബിൽ കണ്ടിട്ട്, അപ്പൊ യൂട്യൂബിൽ കണ്ടപ്പോ അച്ഛൻ ഭയങ്കരമായിട്ട് ഭയം വന്നു. അയ്യോ കർത്താവേ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, നീതിമാന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല വചനം വെച്ച്. അപ്പൊ ഞങ്ങൾ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകല്ലേ, നീ എന്നെ എടുത്തോണം, അല്ലെങ്കിൽ എന്നെ ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് കർത്താവ് അച്ഛൻ പ്രാർത്ഥിച്ചു. ദൈവവചനം വായിച്ചു. അങ്ങനെ ആ സമയത്ത് തന്നെ അച്ഛന് കോവിഡായി. അച്ഛന് സാച്ചുറേഷൻ എല്ലാം കുറഞ്ഞു, BP ലോയായി. അപ്പൊ ആ സമയത്ത് തന്നെ രാത്രിയില് അവിടെ നിന്നുള്ള അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിക്കവാറും വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല, തിരിച്ചു വരുന്ന നടക്കത്തില്ല. അച്ഛന് ബോധം പോയി, കണ്ണൊക്കെ വല്ലാതായി. പാസ്റ്ററെ അന്ന് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നിസ്സഹായതയോടെ ആയിരുന്ന സമയം ഞാൻ ഓർക്കുന്നു. സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛനെ അറിയുന്ന അച്ഛന്റെ എല്ലായിടത്തും പ്രാർത്ഥന ചെന്നു. അങ്ങനെ ദൈവം കോവിഡ് വന്നത് അച്ഛന് അനുഗ്രഹമായി. അവർക്കപ്പൊ സർജറി ചെയ്യാൻ പറ്റുന്നില്ല, അച്ഛന് ഫിറ്റ്സ് വരും. അതിനു മുമ്പ് അച്ഛനെ സ്റ്റെൻഡ് ഇടണമെന്നുള്ള ഒരു ഡോക്ടർ ഇതിനു വേണ്ടി ഒരു ഡോക്ടർ മുന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരി ഡോക്ടർ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, എബ്രഹാം, there is a divine intervention in your case എന്ന് പറഞ്ഞിട്ട് സ്റ്റെൻഡ് ഇടാൻ വേണ്ടി
ഈ വേർഡ്സ് തന്നെ പറഞ്ഞു. ഈ ഡിവൈൻ ഇന്റർവെൻഷൻ കേസ് എന്ന് പറഞ്ഞ അച്ഛനെ കാത്ത് ലാബിലേക്ക് കൊണ്ടുപോയി. കാത്ത് ലാബിൽ കൊണ്ടുപോയി കൺസെന്റ് വായിക്കും. അത് ചെയ്യും. അച്ഛൻ ഭയങ്കര ഞങ്ങൾ ആ സമയത്ത് ഞാനും ഞങ്ങളുടെ പ്രെയറിലുള്ള എനിക്ക് പ്രെയർ ഗ്രൂപ്പിലുള്ള ആ ഒരു ആന്റിയുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചു. ആ കാത്ത് ലാബിൽ ആ പ്രൊസീജിയർ നടക്കുമ്പോൾ പക്ഷേ അങ്ങോട്ട് കേറി ഇതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാം, ഇതിനിടയ്ക്ക് ഇത് വരാം, വല്ല കാര്യങ്ങളും പറഞ്ഞു. ഈ ആഹ് ഈ സ്റ്റെൻഡ് ഇട്ടു. ഫ്രഷ് ആയിരുന്നു ഇതെല്ലാം. സ്റ്റെൻഡ് ഇട്ടപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മാറി 100%. അതും ദൈവം അച്ഛനെ അങ്ങനെ സ്റ്റെൻഡ് ഇട്ടിട്ട് അവിടുന്ന് അടുത്ത ദിവസം അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. അടുത്ത ദിവസമാണോ അന്നാണോ എന്നറിയത്തില്ല, റൂമില്ലായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് കർത്താവിനെ മഹത്വപ്പെട്ടു. രണ്ടാമതൊരു ജീവിതം എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു, കർത്താവെ എവിടെ ആയിരുന്നാലും നിന്റെ നാമ മഹത്വത്തിന് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം ഈ ദൈവത്തിന്റെ മഹത്വം പറയുവാൻ എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ കർത്താവിന്റെ മഹത്വം, എൻ്റെ കർത്താവ് അച്ഛനെ രണ്ടാമതും ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം വിടിവിച്ചു. ദൈവം കരുതി. പിന്നെ അനേക ആക്സിഡന്റുകൾ കൂട്ടുദാസിന് വന്നപ്പോഴൊക്കെ ദൈവാത്മാവ് വ്യക്തിപരമായി ഈ പ്രാർത്ഥിക്കുവാൻ ഒരു പ്രചോദനം തന്നു. ഞാൻ അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കേണ്ടെന്ന്. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പേര് തരും. അപ്പൊ ഞാൻ അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ ഈ ദേശത്ത് വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ ജോലി തിരക്ക് കാരണം പ്രാർത്ഥന നമ്മൾ ക്ഷീണിച്ചു പോകും. പാസ്റ്ററെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കേൾക്കുന്ന ഒരു ശബ്ദം, ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി, ദൂരെ നിന്നു കേൾക്കും നാഥമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. അപ്പൊ പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റും. ഞാൻ ഉറങ്ങിപ്പോകുമ്പോഴും ദൈവം എന്നെ ഉണർത്തി. ഇന്ന് ഞാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കോവിഡിന്റെ സമയത്ത് തന്നെ ദൈവാത്മാവ് ഇതുപോലെ ഈ യൂറോപ്പ് ആണോ എനിക്കറിയത്തില്ല, ഒരു മാപ്പ് പോലെ എന്നെ കാണിച്ച് ഇന്ന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ കോണ്ടിനെന്റ്സിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന ആ ആ കൃപയ്ക്കനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ പൂർണ്ണതയിലൊന്നും ഞാൻ ആയിട്ടില്ല. എനിക്ക് അതിനൊന്നും യാതൊരു യോഗ്യതയുമില്ല. അപ്പം ദൈവാത്മാവ് എനിക്കൊരു അസ്വസ്ഥത തരും. അസ്വസ്ഥത തരുമ്പോഴത്തേക്ക് എനിക്ക് പോയി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. അതുപോലെ എൻ്റെ കുടുംബത്തില് ആർക്കെങ്കിലും ഒരു വിഷയം വന്നാൽ, ഇവൻ എൻ്റെ അനിയത്തി, ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു അനിയനും ഒരു ആക്സിഡന്റിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കുവൈറ്റിന്റെ പ്രദേശത്ത് 2023 അത് വളരെ അച്ഛൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരനായിരുന്നു. സഹോദരന്റെ വേർപാട് എൻ്റെ അച്ഛൻ ഒത്തിരി നിരാശയിലേക്ക് കടന്നുപോയി. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിച്ചു നിർത്തി ആ സഹോദരനെ വിശ്വാസത്തിൽ വന്നതായിരുന്നു. പക്ഷേ വൈഫ് എഗൻസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അറിയാമല്ലോ, അവരുടെ ആരുടെയും കുഴപ്പമല്ല, ഈ കർത്താവിനെ അറിയാൻ ഭാഗ്യം തന്നത് ഇതൊരു വരമാ. ഈ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഇതൊരു ഒരു ഒരു എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് കൃപ തോന്നുന്നവനോട് എനിക്ക് കൃപ തോന്നും. ഈ ഈ വരം ആ ദൈവം തന്നത് കൊണ്ടാ, അതിപ്പോ ഞങ്ങളുടെ കഴിവല്ല. ആ ആ കർത്താവ് അങ്ങനെ ഈ മകനെ ലോകത്ത് അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പിതാവ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. അപ്പൊ പിതാവ് മാറ്റപ്പെടുന്നതിന് മുമ്പ് ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു ഒരു മരണവീട് കാണിച്ചു. അപ്പൊ പിതാവ് ഈ പാരമ്പര്യത്തിന്റെ ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. പിതാവിനോട് സുവിശേഷം പറയണം. അച്ഛൻ പപ്പ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ശരിയല്ല. അപ്പം അച്ഛൻ ഒരു ചെറുപ്പ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, നിർബന്ധ പ്രകാരം അതിന് ഞങ്ങൾക്ക് അവസരം തന്നു. പപ്പായുടെ ഒന്ന് സുവിശേഷം പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ഒരു ഉറക്കം കെടുത്തി പപ്പായോട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഇത് ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പപ്പ ഒരു ഈ ഭക്തനായിരുന്നു. ഭക്തനുണ്ടെങ്കിലും ആ പാരമ്പര്യത്തിൻ്റെതായ വിശ്വാസത്തിലും വിശുദ്ധന്മാര് അങ്ങനെയുള്ള. പപ്പായോട് പറഞ്ഞു, ഈ ഞങ്ങൾ അറിഞ്ഞ സത്യം അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ നടത്തിപ്പുകൾ പപ്പ കണ്ടു. ഞങ്ങളോട് അവർ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നു ഒക്കെ പപ്പായ്ക്ക് അറിയാം. പക്ഷെ പപ്പായ്ക്ക് പാരമ്പര്യം വിട്ട് നമുക്കത് ദൈവത്തിന്റെ ഒരു ഇത് കരുണ വേണമല്ലോ. പക്ഷെ പപ്പായ ഞങ്ങള് വിശ്വാസത്തിനെ കുറിച്ചൊക്കെയും പറയാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു.
മാതാവിനോടും അമ്മച്ചിയോടും ഒക്കെ ഞങ്ങൾ ആ അമ്മച്ചിയോട് പ്രായമേറിയ പ്രായം 98 വയസ്സുള്ള അമ്മച്ചിയോട് ഇന്നും പ്രത്യാശയോടെ നിൽക്കുന്നു. പക്ഷെ വിശ്വാസത്തിലൊന്നും ആരും രക്ഷിക്കപ്പെടാൻ ഞങ്ങൾ ദേവദാസന്മാരെ ഭവനത്തിലൊക്കെ അയക്കുകയും പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, മോളെ നീ പ്രാർത്ഥിക്കുക, മോനെ നീ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ ആ മുറിവ് എൻ്റെ ഹസ്ബൻഡിനെ ആ ആഴത്തിലുള്ള മുറിവ്, പ്രത്യേകം എൻ്റെ തൻ്റെ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് വളരെ മുറിവായിരുന്നു. ദൈവം അത് കർത്താവ് ആശ്വസിപ്പിച്ചു. ഞങ്ങളും അവരൊക്കെ ഈ വിശ്വാസി വന്നിട്ടില്ല. പിന്നെ ഒരു സഹോദരൻ ഈ UK-യിലുണ്ട്, സഹോദരനും കുടുംബവും വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ദൈവം കൊണ്ടുവരുന്നു. പിന്നെ എന്നോട് എൻ്റെ ജീവിതത്തില് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് താലി എന്ന് പറഞ്ഞാൽ വളരെ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. താലി ഞാൻ എന്ത് പറഞ്ഞാലും താലി കളയത്തില്ല. അപ്പം ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വചനമാണ് യെശയ്യാ 52. സ്വർണത്തിൽ എനിക്ക് വലിയ ആഗ്രഹം, പക്ഷെ താലിയോട് എനിക്ക് ഭയങ്കര അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ള, യെശയ്യാ 52. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ള, ഇനിമേൽ ഒരു അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളക യെരൂശലേമേ, എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രിയെ, നിന്റെ കഴുത്തിലെ ബന്ധനം അഴിച്ചു കളയുക. അപ്പൊ ദൈവാത്മാനോട് പറയുന്നത് കഴുത്തിലൊരു ബന്ധനമാണ്. പിറ്റേ ദിവസം നോക്കുമ്പോ എന്റെ മാല ഊരിക്കിടക്കുന്നു. പിന്നെ എനിക്ക് അതിനോടൊന്നും ഒരു ആഗ്രഹവും വന്നില്ല. അങ്ങനെ ദൈവം പല ഘട്ടങ്ങളിലായി എന്നെ മെനഞ്ഞു. പിന്നെ എന്റെ അനിയത്തി മരിക്കുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ച ദൈവിക അനുഭവങ്ങളാണ് യെശയ്യാ 43. ഇതൊന്നും എനിക്ക് ഈ വചനമൊക്കെ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 43 വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഒരാള്, ഞാനും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഞങ്ങൾ ഒരു മുറിയിൽ കിടക്കുമ്പോൾ ഒരു വെള്ളവസ്ത്രം ധരിച്ച എന്റെ അനിയത്തി മരിക്കുന്നതിന് മുമ്പ് എന്നെ ബലപ്പെടുത്തിയതാണ് യെശയ്യാ 43. വായിച്ച് എന്നെ കേൾപ്പിക്കുന്നു. ദേവദാസനെ, ഞാൻ കണ്ണു തുറന്നാണോ എനിക്കറിയത്തില്ല, അതോ സ്വപ്നമാണോ, ഒന്നും എനിക്കറിയത്തില്ല. 43 യെശയ്യാവ് ഇങ്ങനെ ഞാൻ വായിച്ചു ദൈവം എന്നെ കേൾപ്പിക്കുന്നു. ഞാൻ അത് വായിക്കാം. അത് ദൈവത്തിന്റെ വചനത്തിൽ പറയുക, ആ വചനം അതെന്നെ ശക്തീകരിച്ച നിമിഷങ്ങളാണ്. അതൊക്കെ ഞാൻ ഇപ്പൊ ഓർക്കുമ്പോൾ എന്താ പറയുക, എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല ഈ കർത്താവിന്റെ വഴികളെ, കർത്താവിന്റെ നടത്തിപ്പുകള്. അത് യെശയ്യാ 40 ഇപ്പൊ കർത്താവ് പറഞ്ഞു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടങ്ങുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെ, നിനക്ക് പകരം ക്രൂശിനെ സെബയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ച് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്കുന്ന് വരുത്തും. അങ്ങനെ ഈ വചനം എന്നോട് ദൈവം, ഞാൻ അത് സംസാരിക്കുവാണ്. പിന്നെ എന്റെ സഹോദരി മരിക്കുന്നതിന് മുമ്പ് എന്നെ ഭിത്തിക്ക് വചനം എഴുതി. അത് സ്വപ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്താണെന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഭിത്തിക്ക് എഴുതി. അങ്ങനെ ദൈവവചനത്തിലൂടെ എന്നെ ഉറപ്പിച്ചു. എന്റെ കർത്താവ് ഓരോ ദിവസം നടത്തി. ഇന്നും പിന്നെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കുടുംബത്തിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന് വേണ്ടി അവരോട് അനേക വാഗ്ദത്തങ്ങളുണ്ട്. അവരും മകന്റെ വിവാഹം, കുഞ്ഞ് വളരെ കാര്യത്തിൽ അവന് ഒത്തിരി വിവാഹം വരുമ്പോൾ അവൻ പ്രാർത്ഥിക്കും, അമ്മേ അവന് പീസ് വരത്തില്ല. അവൻ പറയും, എനിക്ക് പീസ് വരുന്നില്ല. പക്ഷെ ഇവൻ കുഞ്ഞാണെങ്കിൽ ഫോട്ടോ ഒന്നും കാണത്തില്ല, അനിയനെ ഏൽപ്പിക്കും. അപ്പൊ ഞങ്ങൾ പിന്നെ അച്ഛനും ഞാനും കൂടെ, ഒരു ദൈവത്തിന്റെ ഒരു മിറക്കിൾ എന്ന് പറയാം. ഞങ്ങൾക്ക് വിവാഹം വരുമ്പോൾ ഞങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പം അദ്ദേഹത്തിന് പീസ് വരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമാണ് മനുഷ്യൻ ഏകനായിരിക്കും എന്നല്ല, തക്ക തുണയെ തരുന്ന ദൈവം അവിടെ നിന്നാണ്. അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, ദൈവം ചൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇംപർഷൻ വരും, മറ്റു പല കാര്യങ്ങളും വരും. എന്നാൽ കർത്താവ് നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ അതിനകത്ത് നമ്മെല്ലാം ഉണ്ട്. ദൈവം പിന്നെ എന്നോട് പറഞ്ഞു, മോനെ അമ്മയുടെ അനുഭവത്തിലൂടെ പറഞ്ഞാൽ, മോൻ ഒന്നും ചോദിക്കേണ്ട, ദൈവമുള്ള മകളെ ദൈവത്താൽ തന്നെ തിരഞ്ഞെടുത്ത് മോന് തരണമെന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞു എന്റെ കൂടെ, അവനെ കൊണ്ട് ജോലി ഉണ്ടെങ്കിലും അവനും
അശ്വിനും എൻ്റെ കൂടെ ഫാസ്റ്റ് ചെയ്യുവാനും അവനെ പറ്റുന്ന പോണൊക്കെ ചെയ്തു. അങ്ങനെ പല കല്യാണങ്ങളും വന്നു. ഞങ്ങൾ ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ചു. അതിശയകരമായി കാനാവിലിറങ്ങിയ ദൈവ സാന്നിധ്യം വിവാഹത്തിലുടനീളം കണ്ടു. ഞാൻ അപ്പം ഇവിടുന്ന് കുഞ്ഞിനെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഇവൻ എസ് പറഞ്ഞപ്പോഴേ ഞങ്ങൾ പെട്ടെന്ന് ബാംഗ്ലൂരിൽ ബുക്ക് ചെയ്തു. പോയ സമയത്ത് തന്നെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അപ്പാ എൻ്റെ അപ്പനായി അമ്മയാ നീ അവിടെ ഇറങ്ങിച്ചെല്ലണം. ആദ്യമായിട്ട് പെണ്ണ് കാണാനാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ആ കുഞ്ഞിനെ അന്ന് കണ്ടു. അവൾ ഞങ്ങൾക്ക് പരസ്പരം കണ്ട് ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ളവർ, ഞങ്ങൾ ബന്ധുക്കളെന്ന് പറയാൻ പറ്റത്തില്ല, സത്യം പറഞ്ഞ ഒരു സഹോദര ബന്ധത്തിലേക്ക് ഞങ്ങളെ നടത്തി. ആ അവരെ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് അവരെ വളരെ കാലം മുമ്പേ അറിയാവുന്നവരെന്ന് തോന്നും. അന്ന് തന്നെ കുഞ്ഞിനെ കണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അശ്വിൻ മോനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വെസ്ലി പാസ്റ്ററോട് കൊടുത്തു. രൂത്തിന്റെ നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാൻ പോകുന്നു, അതുപോലെ തന്നെ. അപ്പൊ എന്നോട് ദൈവം ഇടപെട്ടാണ് എനിക്കുള്ള രൂത്താണ്. അപ്പം ആ കുഞ്ഞ് അവളും ദൈവത്തിന്റെ മോളൊരു മെഡിക്കൽ ഡോക്ടറാണ്. അവളും ഒരു മിഷണറി കുടുംബത്തിലാണ്. അങ്ങനെ കുഞ്ഞിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ വിവാഹം ആ സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളെ ദൈവം നടത്തി. പാസ്റ്ററെ, കാനാവിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, ഞങ്ങൾക്ക് അതിന്റെ കൺഫർമേഷൻ ഞങ്ങൾ പോലും അറിയാതെ അനേക ദൈവദാസന്മാരിലൂടെ അവരോടും പറഞ്ഞു, ഞങ്ങളോടും പറഞ്ഞു. ഓരോ കാര്യത്തിലും കർത്താവ് ഏറ്റെടുത്ത് നടത്തി എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മടങ്ങി വന്നു. ഇനിയിപ്പം ദൈവം വളരെ ഈ സാക്ഷ്യത്തിന് വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ ഇന്റർനെറ്റോ ഒന്നും വളരെ തടസ്സങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവെ, വെച്ച കാല് പുറമോട്ട് പോക്കത്തില്ല. ദൈവമാണ് എനിക്ക് ഇങ്ങനെ അവസരം തന്നെങ്കിൽ കർത്താവ് തന്നെ സകലവും ഏറ്റവും ശ്രേഷ്ഠമായി തരും. ദൈവം, ഞാൻ ആരെങ്കിലും ഇനി ഒരു വാക്ക് പറയാൻ പറഞ്ഞു, ഞാൻ നോ പറയത്തില്ല. ദൈവമായിട്ട് ഒരുക്കി തന്നതാണെങ്കിൽ ഞാൻ നോ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ അവസരം തന്ന സമയം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എഴുതി വെച്ചതുപോലെ ഒന്നുമല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് പോലെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇത്രത്തോളം ഞങ്ങളെ കുടുംബമായി നിലനിർത്തി. പിന്നെ ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയാണ്. അവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ദൈവസഭയോട് ചേർന്ന് നടക്കുന്നു. അവിടുത്തെ ഈ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെയും യേശുക്രിസ്തുവിനെ അവരും ആഴമായി അറിയുവാനും ദൈവത്തിന്റെ കർത്താവിന്റെ കരുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ ദൈവം നടത്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇളയ മകനോടുള്ള വാഗ്ദത്തമായിരുന്നു. അവന് 24 വയസ്സിൽ അവൻ മാസ്റ്റേഴ്സിന് പോകും. ക്രിസ്ത്യൻ കൗൺസിലിങ്ങോ അതൊക്കെ അവനോടുള്ള ഒരു വാഗ്ദത്തമാണ്. അതിലേക്ക് ദൈവം അവൻ പോലും അറിയാതെ, കുഞ്ഞു പോലും അറിയാതെ കുഞ്ഞിനെ നടത്തി. ഇന്ന് ഹൈ ഇന്റൻസീവ് തെറാപ്പിക്ക്, കൗൺസിലിങ്. അപ്പൊ കുഞ്ഞാണെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു കെയർ കോർഡിനേറ്റർ ആയിട്ടൊക്കെ കുഞ്ഞ് വർക്ക് ചെയ്തു. ഇപ്പോൾ മെന്റലി ചാലഞ്ച്ഡ്, അതുപോലൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ അവൻ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ യൗവനക്കാരിലും മറ്റുള്ളവരിലുള്ള എന്താ പറയുന്നത്, ദൈവം സത്യം പറഞ്ഞാൽ അവൻ കുഞ്ഞു കാണുമ്പോൾ പലരും പറയും ഇതൊക്കെയും പൈശാചികമായ തരത്തിൽ കുടുംബത്തിന്റെ വ്യവസ്ഥ, ദൈവം വിട്ട വ്യവസ്ഥയിൽ നിന്ന് ഈ രാജ്യം മാറിപ്പോകുന്നു. കുടുംബ ജീവിതങ്ങൾ കർത്താവിട്ട ബൗണ്ടറിയിൽ നിന്ന് മാറുന്നത് കൊണ്ടാണ്. പാപമാണ് ഇതിനെല്ലാം കാരണം. കുഞ്ഞു പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറയും. ഓരോ കാര്യങ്ങൾ അവരെയും ദൈവം അതിലേക്ക് നയിക്കുന്നു. ഇവിടെ ഞങ്ങളോട് അനേക ദൈവിക വാഗ്ദത്തങ്ങൾ കുടുംബമായി ഉണ്ട്. ഞങ്ങൾക്കറിയത്തില്ല, ഒരു പൊട്ടരെ പോലെ കർത്താവിന്റെ ഒരു കഴുതയായി ദൈവം എന്ത് പറയുന്നു അത് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ നാവായി കുടുംബമായി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യാതൊരു ഒന്നുമല്ല, പ്രാർത്ഥനയാണ് ഏൽപ്പിച്ചതെങ്കിൽ അത് പ്രാർത്ഥന, ഉപവാസമാണെങ്കിൽ അത് ഉപവാസം, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനാണെങ്കിൽ അത് ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. കർത്താവ് എന്റെ വരവിനായി കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അവസാനം വരെ പിടിച്ചു നിൽക്കണം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ വരവിനായി കർത്താവ് അതുപോലെ തന്നെ എന്നെ ദൈവം കാണിച്ചു ഒരു കാര്യമാണ്. എന്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, ദൈവവചനത്തിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവം പറഞ്ഞു, കർത്താവ് വരുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ല.
വളരെ എന്നെ കാലെ പിടിച്ച് ഒരാൾ വലിക്കുന്നു. എനിക്ക് അതിനു മുമ്പ് പെട്ടെന്ന് കയറണം. അങ്ങനെ ദൈവം ഓരോ കാലഘട്ടത്തിലും ഞാൻ പോലും അറിയാതെ എന്നെ കർത്താവ് ഓരോ കാര്യങ്ങളും എന്നെ ഉറപ്പിക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ദൈവം എനിക്കൊരു ഇത് തന്നതാണ്. ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദൈവം അവരുടെ കുടുംബത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കണമെന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എങ്ങനെ ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു ഒരു കാലഘട്ടമാണ്. വിശുദ്ധന്മാർ കുറഞ്ഞു പോകുന്നു. സഭകളൊക്കെ ദൈവവചനത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്നു. ആ ഒരു ദുഷ്കാലത്താണ് നമ്മൾ നിൽക്കുന്നതും. അത് എന്നോട് ദൈവസഭകൾക്ക് വേണ്ടി ഒന്നുമില്ല, ഒരു ഡിനോമിനേഷനും നമ്മളെ രക്ഷിക്കയില്ലെന്ന് കർത്താവിനെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഈ കർത്താവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അവിടുന്ന് ബലമുള്ള ഗോപുരം, നീതിമാന്മാർ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ഈ ബലമുള്ള ഗോപുരം, ആ ഇമ്മാനുവേലായി കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവം, ഇതുവരെ ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങളായിരിക്കുന്ന ദൈവസഭ ഞങ്ങളെ വളരെ താങ്ങി. അതുപോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയ സമയം മുതൽ എന്റെ ദൈവദാസനെ നടത്തി ദൈവദാസന്മാരെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ കുവൈറ്റിൽ IPC ചർച്ചില് ഷെറാട്ടൺ സാമങ്ങൾ എന്ന് പറഞ്ഞ അവിടെയാണ് അച്ഛൻ സ്നാനപ്പെടാൻ ദൈവം അവസരം കൊടുത്തത്. അതുപോലെ ഞാൻ തിരുവല്ലായിൽ ബാവ്സാർ എന്ന് പറഞ്ഞ സാറിന്റെ കീഴിലാണ് 2004 സ്നാനപ്പെടാനും ഭവനത്തിൽ രക്ഷിക്കപ്പെടാനും അവരുടെ വചനം കേട്ട് രക്ഷിക്കപ്പെടുവാനും എന്നെ ഒരു പിതാവിനെ പോലെ ചേർത്ത് നിർത്തിയ ഒരു ദൈവദാസനാണ് ബാബു സാറ്. ഞാൻ നന്ദിയോടെ ദൈവദാസനെ ഓർക്കുന്നു. എന്റെ സ്നാനമൊക്കെയും കഴിഞ്ഞ് എന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് എന്നെ ബാബു സാറും അമ്മാമ്മയുമാണ് കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പ് ആരും അറിയാതെ വീട്ടിലൊക്കെ കൊണ്ടാക്കിയത്. അങ്ങനെ ദൈവദാസനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒരു പിതാവിനെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ദൈവദാസനാണ്. അതുകൊണ്ടൊക്കെ എന്നെ ദൈവം കാണിച്ചു തന്ന് ഞാൻ അവരുടെ ആദ്യത്തെ വിശ്വാസിയ പാസ്റ്റർ റബിയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എന്നെ നടത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സഹോദരന്മാരെയും ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവദാസനെ വെസ്റ്റി പാസ്റ്റർ, ജോയ് പാസ്റ്റർ, സഭയിലുള്ള എല്ലാ എന്റെ കൂട്ടു സഹോദരിമാരെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. പിന്നെ ആരെയും എനിക്ക് എന്താ പറയുന്ന ആരോടും ഒന്നും പറയുവാൻ കഴിയില്ല. പിന്നെ നമ്മൾക്ക് പ്രതിസന്ധികൾ വന്നു. അതൊന്നും പല ഘട്ടങ്ങളിലും എതിർപ്പുകൾ വന്നു. അതൊക്കെയും ദൈവം പണിയാനാണ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, എതിർപ്പുകൾ വന്നു, റിജക്റ്റഡ് ചെയ്തപ്പെട്ടു. അവിടെയൊക്കെയും കർത്താവിന്റെ പണിയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ ശബ്ദം കേൾക്കാൻ, അതൊക്കെയാണ് ആ പ്രതിസന്ധികളും, അതൊക്കെയാണ് എന്നെ പണിതരുത്. ഇപ്പോഴും ഒന്നും പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല. എന്നെ കേൾക്കുന്ന ഓരോ എൻ്റെ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഈ കർത്താവിനെ അറിയുക, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നിൽക്കുക. ഈ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതും നിത്യം. ഈ താൽക്കാലികമുള്ള ലോക ജീവിതത്തില് ഈ ലോകത്തിന് വേണ്ടി ഓടുന്നതിലുപരി കർത്താവിന്റെ യശയ്യാ 55 പറയുന്നു, കർത്താവിനെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ കണ്ടെത്തുവാനും അവൻ അടുത്തിരിക്കുമ്പോൾ അവനോട് വിളിച്ചപേക്ഷിക്കുവാനും. കഴിഞ്ഞ ദിവസങ്ങളിലും എന്നോട് ഇടപെട്ട ഒരു വചനമാണ് യശയ്യാ 55. ആ കർത്താവ് അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവാനും. ഈ കാലഘട്ടത്തിൽ ദൈവം ഓരോരുത്തർക്കും അവരെ വിളിച്ചിരിക്കുന്ന ഒരു വിളി ഉണ്ടെന്നും അവിടുന്ന് ഓർഡൈൻ ചെയ്ത സ്റ്റെപ്പുകളാണ്. ആ ദൈവത്തിന്റെ പാതയിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഗ്രാഫ്, നമ്മൾ ജനിക്കുന്ന ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ കണ്ട ദൈവമാ. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമാക്കിയ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പം ആ കർത്താവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. വളരെ പ്രതിസന്ധികൾ ഈ കർത്താവിന്റെ നാമത്തിൽ, അതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ഓർക്കും, കർത്താവെ കുശവന്റെ കയ്യില് ആ കളിമണ്ണ് പോലെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചെത്തും, വേദന ഉണ്ടാകും, വെടിപ്പാക്കും. ഓരോ നിമിഷവും കർത്താവ് പറഞ്ഞു, മരണം വരെ മാനസാന്തരം അനിവാര്യമാണ്. മാനസാന്തരമാണ് ഉണർവ്. മാനസാന്തരം നമ്മൾക്ക് തെറ്റിപ്പോകാം, നിഗളം വരാം, ചീർത്തു പോകാം. കാരണം നമ്മൾ ഒരു ജഡമനുഷ്യനാണ്. എപ്പോഴും ജഡം ഏത് സമയവും നമുക്ക് നമ്മളോട് തന്നെ ഒരു പോരാട്ടം ഉണ്ടെന്നൊക്കെ ദൈവവചനത്തിലൂടെ എന്നെ പഠിപ്പിച്ചതാണ്. ഏത് സമയവും നമ്മൾ തെറ്റിക്ക് പോകാം. അപ്പൊ ആ ദൈവസന്നിധിയിൽ തെറ്റിപ്പോകുമ്പോൾ കർത്താവ് വചനത്തിലൂടെ കർത്താവ് പണിയും. കർത്താവിന്റെ വചനം പറയുന്നത്, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നമ്മൾ അവന് ആ ശാസനയെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ കഷ്ടങ്ങൾ ദാവീദോ യഹോവയിൽ ധൈര്യപ്പെട്ടു.
അതുപോലെ ദൈവവചനത്തിലൂടെ എന്നെ പലപ്പോഴും കർത്താവ് എന്നെ ഉറപ്പിച്ചു. അതെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരം എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ചു. ഇന്ന് ഈ ജീവിക്കുന്ന ഒരു ദൈവത്തെ അറിയുവാൻ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ഭാഗ്യം തന്നെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് എല്ലാത്തിലും ഉപരി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം ഈ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ തന്നതാണ്. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് ഒരുക്കിയ ആ വലിയ രക്ഷയ്ക്കാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി എന്നും എന്റെ ആഗ്രഹം വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിലാണേലും സഭയിലാണേലും ദേശത്തായിരുന്നാലും ജോലി മണ്ഡലങ്ങളാൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം. എന്റെ കുടുംബവും നിൽക്കണം, എന്റെ കുടുദാസനും നിൽക്കണം, കുഞ്ഞുങ്ങളും നിൽക്കണം. കാരണം ഈ കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പകരം വെക്കാൻ പറ്റത്തില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി തന്നവൻ, ആ ദൈവത്തിന് എന്ത് പകരം വെക്കാനാ? ഈ കുഞ്ഞു ചെറിയ ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തവളായിരുന്നു, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവളായിരുന്നു. എന്നെങ്കിലും കർത്താവ് എന്നെ ചേർത്ത് നിർത്തി ആ നല്ല കൊമ്പിനോട് ചേർത്ത് പണിതു, എന്നെ ശുദ്ധീകരിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിനും മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുക ആത്മാവിന്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ചെയ്തു. ആ കർത്താവ് എത്ര വലിയ ദൈവം! വിശ്വാസത്തിലേക്ക് നടത്തിയ സമയങ്ങൾ ദൈവം എന്നോട് ഇടപെട്ട വചനമാണ്. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങി. അപ്പം പഴയ ഒരു മൂടുപടത്തിന്റെ കീഴിലായിരുന്നു മോശി. ആ കർത്താവിന്റെ ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ തന്നെ. പിന്നെ എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബമായിരിക്കുന്നവരാ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് എന്റെ അതേ പ്രതിമ രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഒരു രൂപാന്തരത്തിലേക്ക് ക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കുന്ന അതിലേക്ക് എന്നോട് ദൈവം ഇടപെട്ട പിന്മാറ്റത്തിലേക്ക് പോയ സമയങ്ങളുണ്ട്. അപ്പോഴാണ് ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. പിന്നെ കർത്താവ് ദൈവം എനിക്ക് ധൈര്യം തന്നു. എതിര് പറഞ്ഞവരെ മിണ്ടാതാക്കി. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് മിണ്ടായിപ്പിക്കാൻ പറ്റത്തില്ല. റോമർ 11 വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അഭക്തികൾ ജീവിതത്തിൽ വരാമായിരുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തെറ്റിപ്പോകാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോണൊക്കെ ദേശത്തിന്റെ കാവൽക്കാരായി, ഭവനത്തിന്റെ കാവൽക്കാരായി ഒക്കെ ദൈവം നിർത്തി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് പിന്നെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ഈ ദിവസങ്ങൾ ഞങ്ങളെ കുടുംബമായി ഉപയോഗിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ ക്രിസ്തുവിന്റെ ഈ സത്യസുവിശേഷം കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവിനെ അറിയുക, രക്ഷിക്കപ്പെടുക, സ്നാനക്കപ്പെടുക, കർത്താവിന്റെ നാമമഹത്വത്തിനായി നിൽക്കുന്ന കർത്താവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അത് നമ്മൾ ഈ ദിവസങ്ങളില് എന്റെ ഈ ചെറിയ സാക്ഷ്യം അനേകർക്ക് അത് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവം ജോൺ 3:16 യോഹന്നാൻ 3:16 പറയുന്നത് പോലെ ഇത്ര വലിയ രക്ഷ നമുക്ക് കർത്താവ് തന്നിരിക്കുക. ഇത് നമ്മൾ തന്നെ എന്നെ പഠിപ്പിച്ചത് വചനം വായിക്കാൻ, വചനം വായിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ഈ എളിയവളായ എൻ്റെ ഈ സാക്ഷ്യം അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ ആത്മീയ കണ്ണുകൾ കർത്താവ് തുറക്കണം. പരിശുദ്ധാത്മാവ് സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവമാണ്. ഈ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഞാൻ ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ആഗ്രഹമാണ് ആത്മാക്കളെ നേടുക, സുവിശേഷം അനേകരോട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പറയുക എന്നുള്ള ദൈവത്തിന്റെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സർവ്വലോകത്തിലേക്കാളും വിലയേറിയതാണ് ഒരാത്മാവിന്റെ വില. അത് ലോകം കൊണ്ട് നേടുന്നതല്ല. ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക്, ഞാൻ അനുഭവിക്കുന്ന ഈ സമാധാനത്തിലേക്ക്, ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിലേക്ക് യാതൊരു തരത്തിലും സമാധാനം ലഭിക്കുകയില്ല, തകർത്തു കളയുമെന്ന് ലോകം പറഞ്ഞു അവരുടെ മുമ്പിൽ.
എന്നെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത് ഈ കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവിന്റെ കരുതലാണ്. ഞാൻ അവന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിനോട് ഇന്നും ചെയ്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വളരെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും അവസരം എനിക്ക് ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മേരി ചേച്ചിയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിന്റെ വരവിനായി എന്റെ ഈ സാക്ഷ്യങ്ങൾ അനേകരെ ഒരുക്കുവാൻ തക്കവണ്ണം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പിഴവുകൾ എന്റെ ഭാഗത്ത് വന്നെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. ഇത്രത്തോളം ദൈവം തന്ന അവസരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ, പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. എൻ്റെ അപ്പ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ, അനേകരോട് എന്നെ നടത്തിയ ദൈവത്തിന്റെ വഴികളെ പറയുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു കർത്താവേ. കർത്താവിന്റെ സമയത്ത് തന്നെ കർത്താവ് സകലതും നന്നായി ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ. പ്രിയ ദേവദാസനെ കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദാനിയേൽ ജോൺ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. തന്റെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. അടി കർത്താവെ, അനേകർക്ക് ബലമാക്കി മാറ്റണമേ, വിശാലതയിലേക്ക് നടത്തുമാറാകണമേ. കുടുംബമായി അവർ ചെയ്യുന്നത് കർത്താവെ, പരിശുദ്ധാത്മാവേ നീ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ. അവിടെ കർത്താവ് അനേക സാക്ഷ്യങ്ങൾക്ക് അനേകർ കടന്നു വന്ന് കർത്താവെ, വലിയ കർത്താവെ ദൈവത്തിന്റെ റിവൈവൽ കർത്താവെ, അപ്പാ കർത്താവെ സുവിശേഷം കടന്നു ചെല്ലാത്ത ഇടങ്ങൾ കടന്നു ചെല്ലുവാന്, അനേകർ മാനസാന്തരപ്പെടുവാൻ കർത്താവെ, അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, സ്നാനപ്പെടുവാൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവെ ഹല്ലേലൂയ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. അപ്പൊ ആ ദൈവത്തിന്റെ കരങ്ങളിലെ തന്റെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണം. ദൈവദാസനെ രക്തക്കോട്ടകൾ മറയ്ക്കണം. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ. അടിയങ്ങൾ കർത്താവ്, അടിയന്റെ കർത്താവെ, ഈ കർത്താവ് ഇന്നത്തെ കർത്താവെ ഹല്ലേലൂയ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെ അപ്പച്ചന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ കർത്താവെ. അടിയന്റെ വാക്കുകളല്ലപ്പാ ഹല്ലേലൂയ, അവിടുത്തെ നാമം തന്നെ കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ മഹത്വം എടുക്കണം കർത്താവ്. ഒരു വാക്കിനാൽ പോലും കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം, മനസ്സാന്തരപ്പെടണം, ഞാൻ അറിഞ്ഞ സത്യത്തിലേക്ക് കർത്താവെ അപ്പൊ ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ഹല്ലേലൂയ കർത്താവ്, കുടുംബമായി അടിയങ്ങളെ രക്തത്തിൽ മറയ്ക്കണം കർത്താവെ. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തോ അതിൽ കർത്താവിന്റെ പദ്ധതിയിലൂടെ പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. വിശ്വാസത്തിന്റെ നാഥന് പൂർത്തി വരുത്തുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ കർത്താവെ ആശ്രയിച്ച് ആശയ്ക്ക് വിരോധം ആശയോടെ വിശ്വസിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. വരവിനായി ഒരുക്കണം. അപ്പൊ ഞങ്ങളുടെ കർത്താവെ കാണാൻ പോകുന്ന എല്ലാ വ്യൂവേഴ്സിനെ രക്തത്തിൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം കർത്താവെ ഹല്ലേലൂയ അപ്പൊ കർത്താവ് സകലത്തിന്മേലും പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രക്ഷയുടെ സന്തോഷം കർത്താവെ ഹല്ലേലൂയ കർത്താവെ അനേകർ കടന്നു വരുവാൻ തക്കവണ്ണം ഒരു കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, തിരുനാമത്തിന്റെ മഹത്വത്തിനായി കർത്താവെ അടിയന്റെ ടെസ്റ്റിമണിയെ സമർപ്പിക്കുന്നു കർത്താവെ. സ്വർഗത്തിലെ കർത്താവ് എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനത്താൽ കർത്താവെ അടിയങ്ങളെ മുദ്രയിട്ട് കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് കാത്തു പരിപാലിക്കണം കർത്താവെ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്ഷീണിച്ചു പോകുവാൻ, മടുത്തു പോകുവാൻ അനുവദിക്കല്ലേ അപ്പ. സകലവും തിരുനാമത്തിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ സ്നേഹ സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ കലവറകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം തുറന്ന് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വേദന നിറഞ്ഞ ചില അനുഭവങ്ങളും സന്തോഷകരമായ ചില അനുഭവങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന അനുഭവങ്ങളും ഒക്കെ ഒത്തിരി വേറിട്ട വ്യത്യസ്ത അനുഭവങ്ങൾ ആ ജീവിതത്തില് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലേക്ക്
നമ്മെ പിടിച്ച് കയറ്റിയപ്പോൾ വന്നതായ ചില സ്റ്റെപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് പിന്നിട്ടതായ ആ പാതകളേക്കാൾ ഉപരി നാം എത്തി നിൽക്കുന്നതായ ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ മഹത്വം എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും വെളിപ്പെടുവാൻ തുടർന്നും അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കരത്തിൽ നിന്ന് വഴുതിപ്പോകാതെ അന്ത്യത്തോളം ആ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബാല്യകാലം, യൗവനകാലം, കുടുംബജീവിതം, കർത്താവിനെ അറിയുന്നതിന് മുൻപുള്ള അനുഭവം, കർത്താവിനെ അറിയാനിടയായി തീർന്ന സാഹചര്യം, കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അപ്പോൾ ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നു? ഒരു കുശവന്റെ കയ്യിൽ കളിമൺ വരുന്നതിന് മുൻപുള്ള ഒരു അനുഭവമുണ്ട്, കുശവന്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഒരു അനുഭവമുണ്ട്, പിന്നെ കുശവന്റെ മനസ്സിനിണങ്ങിയതുപോലെ ആ ചക്രത്തിൽ വെച്ച് അതിന് രൂപം വരുത്തുന്ന ഒരു അനുഭവമുണ്ട്. അതിനുശേഷം അത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അത് തീയിലിടണം. തീയിലിടുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് പൊട്ടാതെ പുറത്തു വരുമ്പോഴാണ് ശരിക്കുമുള്ള ആ ഉപയോഗം ആ പാത്രത്തിൻ്റെതായിട്ട് വരുന്നത്. അപ്പൊ അതിനു മുൻപുള്ള നമ്മുടെ ജീവചരിത്രം അതിന് വലിയ പ്രസക്തി ഇല്ല. എന്നാൽ ഇന്ന് കർത്താവിന് വേണ്ടി നാം ഏതെല്ലാം നിലകളിൽ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഫലം, ഒരു വൃക്ഷം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, എന്നാൽ അതിൻ്റെ ഫലം ലോകമെങ്ങും സഞ്ചരിക്കും. ആ വൃക്ഷം ഏതാണെന്ന് ആരും അന്വേഷിക്കത്തില്ല. ഈ ഫലം ഏത് വൃക്ഷത്തെ നിന്നാ പറിച്ചത്, എവിടെ നിന്നാ, ആരാണ് ഇതിന്റെ പിന്നിൽ കൃഷി ചെയ്തത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊന്നും ആ പഴം ഉപയോഗിക്കുന്ന വ്യക്തി അറിയുന്നില്ല. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർ കേൾക്കുമ്പോൾ ആമേൻ അവരുടെ ജീവിതത്തിൽ സമാന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുടെ മുറിവുകളെ ഉണക്കുവാൻ, അവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായിരിക്കുവാൻ, സ്നേഹനിധിയായ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഈ സാക്ഷ്യം ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ, തുടർന്നുള്ള ആത്മീയ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഇത്രത്തോളം സമയം ഈ സാക്ഷ്യം പ്രസ്താവിപ്പാൻ കടന്നു വന്ന് അരോമ TV പ്രേക്ഷകർക്കും വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയോടുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറൊരു അനുഭവമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങൾ ചാനൽ കാണാത്ത ഒരുപാട് വീഡിയോകൾ ഒരുപക്ഷെ നിങ്ങൾ കാണും. നിങ്ങൾ ചാനൽ സന്ദർശിക്കുക, നിങ്ങൾ വീഡിയോകൾ കാണുക, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ 10 മണി വരെയുള്ള സമയം പ്രേക്ഷകർക്ക് വേണ്ടി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുന്നവരും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.